Back. Yes, welcome back to another session of Flow. സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് സ്പെയർ ചെയ്യണം. ടോപ്പിക്കിലേക്ക് നമുക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ചെറിയൊരു കാര്യം പറയാം. എന്താ വെച്ചാൽ 2019 കോവിഡിന്റെ എഫക്റ്റ് വന്നത്. 2020 ക്ലാസ്സുകളൊക്കെ ഓൺലൈനിലേക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്, കൺവേർട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു മെമ്മറി ഞാൻ പറയാം. ഓക്കെ, അപ്പൊ കോവിഡിന്റെ സമയത്ത് ഞാൻ ഇവിടെ തന്നെയാണ് വീട്ടിൽ നിന്നാണ് ക്ലാസ് എടുക്കാറുണ്ടായിരുന്നത്. അപ്പൊ ഒരു 2020 ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ആ ബാച്ചിൽ ഒരു കുട്ടി, ഒരുപാട് ബാച്ചസ് ഇങ്ങനെ തുടങ്ങുമല്ലോ, അപ്പൊ ആ ബാച്ചിൽ ഒരു കുട്ടി ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. 2019 ഇത് കഴിഞ്ഞതാണ്, +2 കഴിഞ്ഞതായിരുന്നു. 1 ഇയർ നീറ്റിന്റെ റിപ്പീറ്റിന്റെ ബാക്കിൽ പോയി. എന്നിട്ട് 2020 CA ജോയിൻ ചെയ്തു വിത്തൗട്ട് എനി ബേസ്. അവന്റെ കസിൻ നിർബന്ധിച്ച് അല്ലെങ്കിൽ കസിൻ കൺവിൻസ് ചെയ്തിട്ടാണ് 2-3 ദിവസം കൊണ്ട് തീരുമാനിച്ചിട്ട് CA ജോയിൻ ചെയ്തത്. ഓക്കെ, കസിൻ അവനെ കൊണ്ടുവന്ന കസിൻ ഇപ്പം ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇന്നലെ എന്നെ കാണാൻ വന്നിരുന്നു. ഹീസ് എ ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. 2025 ആകുമ്പോഴേക്ക് കഴിഞ്ഞ സെപ്റ്റംബർ എക്സാമിന് ക്വാളിഫൈഡ് ആയി. ഓക്കെ, അവന് ഫൗണ്ടേഷനും ഇന്ററും ഞാൻ ലോ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടിലും ഓൺലൈൻ ആയിട്ടാണ് പഠിപ്പിച്ചത്. അപ്പൊ ഇന്നലെ എന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലം കാണിച്ചു കൊടുത്തു. ഇപ്പൊ ഞാൻ എടുക്കുന്ന സ്പേസ് അല്ല, ഇതിപ്പോ തൽക്കാലം ടെമ്പററി സെറ്റ് ചെയ്തതാണ്. അല്ലാണ്ട് അവിടെ ഒരു സോഫ ഇട്ടിട്ടുണ്ട് ഞാൻ സാധാരണ ക്ലാസ് എടുക്കുന്നിടത്ത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് എടുക്കാത്തത്. അവനക്ക് അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു, അവിടെ നിന്നൊക്കെയാണ് ഞാൻ ക്ലാസ് എടുത്തതെന്ന് പറഞ്ഞു. അപ്പൊ അവൻ പറഞ്ഞ ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട്. ഓക്കെ, അവന് എന്താ പറയാ, വീട്ടിൽ ഭയങ്കര ഫിനാൻഷ്യലി സെറ്റ് ഇതൊന്നുമില്ല. ഫാദർ 10-28 കൊല്ലം അബ്രോഡ് ആയിരുന്നു. പക്ഷേ കോവിഡിന്റെ സമയത്ത് നാട്ടിലേക്ക് വരേണ്ടി വന്നു. പിന്നീടാണ് 2023 അവന്റെ ഫാദർ മരണപ്പെട്ടത്. ഓക്കെ, ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ അവൻ പറയാണ്, ആ സമയത്ത് ഫൗണ്ടേഷൻ ഇന്ററൊന്നും പഠിക്കാൻ അവനക്ക് പ്രത്യേകിച്ച് ഒരു പുഷ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഫൈനല് പാസ്സാവാന്ന് പറയുന്നത് പിന്നെ ഒരു ഇതായി മാറി. ഓക്കെ, അപ്പൊ അവനിങ്ങനെ അവന്റെ ഓരോരോ എക്സ്പീരിയൻസുകളും ഞാൻ ഒരു 8 മാസം മുന്നേ ജനുവരിയിൽ കോഴിക്കോടേക്ക് പോകുന്ന സമയത്ത് അവനും അവന്റെ ഉമ്മയും ഉണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പൊ ആക്സിഡന്റലി കണ്ടു, സംസാരിച്ചു. അപ്പൊ അന്ന് ഉമ്മാക്ക് എന്തോ ഒരു സർജറി റിലേറ്റഡ് ഒക്കെ ആയിട്ട് കോഴിക്കോടേക്ക് പോയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് വിഷയം. പാസ്സായി മാത്രല്ല, അവന്റെ ഉമ്മ അവന് ഫസ്റ്റ് അറ്റംപ്റ്റില് ഫൗണ്ടേഷൻ പാസ്സായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റില് CA ഇന്റർ ഫസ്റ്റ് ഗ്രൂപ്പ് പാസ്സായിരുന്നു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇന്റർ സെക്കൻഡ് ഗ്രൂപ്പ് പാസ്സായിരുന്നു. പക്ഷെ ഫൈനലൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവന്റെ ഉമ്മ അടക്കം അവനൊരു 3-4 അറ്റംപ്റ്റ് എടുക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നീ പഠിച്ചോ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നവംബറിൽ എഴുതേണ്ട എക്സാം അവനക്ക് എന്തായി, ഹലോ നവംബറിൽ എഴുതേണ്ട ഫൗണ്ടേഷൻ എക്സാം അവനക്ക് സെപ്റ്റംബറിലേക്ക് ആയി കിട്ടി. ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം വിൻഡോ മാറ്റിയ സമയത്ത് സെപ്റ്റംബറിലായി. സെപ്റ്റംബറിൽ എക്സാം എഴുതി, ഇപ്പൊ പാസ്സായി. നവംബർ ആകുമ്പോഴത്തേക്ക് അവൻ ക്വാളിഫൈഡ് ആയി. നവംബറിൽ എക്സാം എഴുതേണ്ട ഒരു കുട്ടി നവംബർ ആകുമ്പോൾ പാസ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ ഒരു തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അവൻ 1-2 അറ്റംപ്റ്റ് നേരത്തെ പാസ്സായ ഒരു ഫീലിലാണ് ഉള്ളത്. അതും കറക്റ്റ് 300 മാർക്കിലാണ് പാസ്സായത്. ഒരു ഗ്രൂപ്പിൽ 152, മറ്റേ ഗ്രൂപ്പിൽ 148 ഒക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമ്മൾ അത്യാവശ്യം നല്ല ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് ചെയ്താൽ ഒരു ദിവസം എന്തായാലും നമ്മൾ പാസ്സായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടുക. അതിന് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ പല കുട്ടികളും സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. അതേപോലെ തന്നെ +2 മാർക്ക് കുറവുള്ള കുട്ടികളുണ്ടാവും, വാട്ട് എവർ. അപ്പൊ അവന്റെ കസിൻ ഇപ്പോഴും ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന്റെ കസിന് അവനോട് പറഞ്ഞെന്താ വെച്ചാൽ ഇവൻ പാസ്സായാലും മറ്റവൻ പാസ്സാവണമെങ്കിൽ ഒരു 2-2.5 കൊല്ലം എടുക്കും. അങ്ങനെയൊക്കെയാണ് അവർ കമ്പയർ ചെയ്യുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എപ്പോ പാസ്സായാലും നമുക്ക് നമ്മളത് ആ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റണം, നന്നായിട്ട് പണിയെടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ. നമ്മൾ കമ്പയർ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നമ്മളതായ ഒരു ടൈം സോൺ ഉണ്ട്. പക്ഷെ കിട്ടിയ ചാൻസ് ഒരിക്കലും മിസ്സാക്കാതെ നന്നായിട്ട് എഫേർട്ട് ഇടുക. ജനുവരി എക്സാം എന്ന് പറഞ്ഞാൽ പാസ്സാവല് മസ്റ്റ് നിർബന്ധമാണ്. കാരണം പിന്നെ ഒരു എക്സാം എന്ന് പറയുന്നത് മെയിലാണ്. മെയിലേക്കൊന്നും പോകേണ്ട, ചിന്തിക്കാൻ പോലും പറ്റൂല. ഓക്കെ, റെഡി? അത് ശ്രദ്ധിക്കുക. ഓരോ അറ്റംപ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ട് കയ്യിൽ നിന്ന് പോകും. ജനുവരി അറ്റംപ്റ്റ് എന്നെല്ലാം പറഞ്ഞാൽ എല്ലാ പ്രാവശ്യം ജനുവരി അറ്റംപ്റ്റ് നല്ല സ്കോറിംഗ് അറ്റംപ്റ്റ് ആയിരിക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷം എനിക്ക് ഓർമ്മയുണ്ട്, സെപ്റ്റംബർ 2024 ഫൗണ്ടേഷൻ എക്സാമിന് 349 സ്കോർ ചെയ്ത കുട്ടിക്ക് നാഷണൽ ടോപ്പർ ആകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതേ സ്കോർ ജനുവരിയിൽ കിട്ടിയ കുട്ടിക്ക് അതായിട്ടില്ല. കാരണം ജനുവരിയിൽ അത്യാവശ്യം നല്ല മാർക്ക് സ്കോർ വരാറുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, എന്താ പറയാ, എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ അല്ലെങ്കിൽ ഓഡിയോ വീഡിയോ ഇഷ്യൂസ് ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി റേസ് യുവർ ഹാൻഡ് കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അത് ക്ലിയർ ചെയ്യും.
ഓക്കെ, ബുദ്ധിമുട്ടില്ലെങ്കിൽ ലെറ്റ് സ്റ്റാർട്ട് ഓഫ്. ഓക്കെ, നിങ്ങൾ ഒറ്റക്കാണ് ഹാൻഡ് റൈസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് പുറത്തു പോയി വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനത് റെക്ടിഫൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? സോ അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു, തുടങ്ങിയ വെച്ച ടോപ്പിക്ക് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. പിന്നെ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക, ഇതൊരു കോമൺ ഇഷ്യൂ ആണ്. നമ്മൾ എസ്പെഷ്യലി ലോ എന്ന് പറയുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഉണ്ടാവാറുള്ള ഇഷ്യൂ ആണ്. അപ്പൊ അത് കറക്റ്റ് മനസ്സിലാക്കിയിട്ട് അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. ഓക്കെ, പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവർക്കും അറിയുന്ന കാര്യം കൂടിയാണ്. ലോന്റെ കാര്യത്തിൽ എന്താ വെച്ചാല് എപ്പോഴും ലോ ഇങ്ങനെ എന്താ പറയാ, എഴുതാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഠിച്ചു പോയ പോലെ അല്ല എക്സാമിന് എഴുതാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പറഞ്ഞ ഒരുപാട് ഇഷ്യൂസ് പറയാറുണ്ട്. ഓക്കെ, അപ്പൊ ലോന്റെ കാര്യത്തിൽ എല്ലാ പ്രാവശ്യം കുട്ടികൾ പറയുന്ന ഒരു ഇഷ്യൂ തന്നെയാണ് അത്. അത് ഇറ്റ്സ് നോർമൽ, ഇറ്റ്സ് ടോട്ടലി മറ്റേ എല്ലാവർക്കും ഉണ്ടാവാറുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ അതിനെപ്പറ്റി നിങ്ങൾ കൺസേൺ ആവണ്ട, അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, വെയിറ്റ്. ഓഡിയോ ഓക്കെ അല്ലേ? ഓഡിയോ ആൻഡ് വീഡിയോ ക്ലിയർ അല്ലേ? മിനിറ്റ്, വീഡിയോ വരും. വെയിറ്റ്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഏർലിയസ്റ്റ് ആയിട്ട് തന്നെ തുടങ്ങാം. അതായത് ലോ എന്ന് പറയുന്ന പേപ്പർ പ്രസന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് വേർഡ്സ് റീകളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. ലോകത്ത് മൊത്തം എഴുതുന്ന ഒരു എക്സാം ആണ് ഇത്. അപ്പൊ അവിടുത്തെ എല്ലാവർക്കും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്ക്, ഇന്ത്യൻ സ്റ്റുഡൻസിന് എന്താ പറയാ, ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് ടോട്ടലി നാച്ചുറൽ ആണ്. പക്ഷെ അത് നാച്ചുറൽ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ചെയ്താൽ അത് നടക്കൂല. ഓക്കെ, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം, അതിന് മുന്നത്തെ പ്രാവശ്യം ഒക്കെ 75 അടക്കം സ്കോർ ചെയ്ത കുട്ടികളുണ്ട് ന്യൂസ് സിലബസിന് 100 മാർക്കിന് ലോ ആയതിനു ശേഷം. അവരൊക്കെ എങ്ങനെ അത് ചെയ്തു എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്കിത് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല കുട്ടികളും ഇരിക്കാറുണ്ട്. പക്ഷെ നന്നായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം കൺസെപ്റ്റ് ഡെയിലി. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ 1 മണിക്കൂറാണ് മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത്, തുടങ്ങി വെച്ചിട്ടുള്ളത്. പക്ഷെ ഗ്രാജുവലി ഇത് എന്താവും, 1.5 മണിക്കൂറാവും, ചിലപ്പോൾ 2 മണിക്കൂറൊക്കെ ആവും. നമ്മുടെ ക്ലാസ്സുകൾ എന്തായാലും ടൈമിങ് നീളും. ഇനി എന്താ പറയാ, ഞാനൊരു 2-3 ഡേയ്സിനുള്ളിൽ അബ്രോഡേക്ക് മൂവ് ചെയ്യാണ്, ഇനി തിരിച്ചു പോവാണ്. അപ്പൊ അതിന് ശേഷം ടൈമിങ്ങിന്റെ കാര്യത്തിലൊന്നൊക്കെ ഒരു റിവിഷൻ ഉണ്ടാവും. പക്ഷെ ഏത് ടൈമിനാണോ ഞാൻ അവൈലബിൾ ആവുന്നത്, അല്ലെങ്കിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്, മാക്സിമം നിങ്ങൾ അതിലേക്ക് അവൈലബിൾ ആവാൻ നോക്കുക. ആ ടൈം മൊത്തം ക്ലാസ്സിലിരിക്കുക. പുറമെ അതിന് ശേഷം എന്ത് ചെയ്യുക, പഠിപ്പിച്ച കാര്യങ്ങളും എന്താ പറയാ, നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഡെയിലി ഞാൻ പറഞ്ഞില്ല, മാക്സിമം ഡെയിലി ബേസിസിൽ നമ്മളിത് കൊണ്ട് നടക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും. ഒരു ദിവസം പോലും മുടക്കില്ലാണ്ട് ഈ സെഷൻസ് കൊണ്ടുപോകാനും പറഞ്ഞ ടൈമിലേക്ക് ഇത് ഫിനിഷ് ചെയ്യാനും ഞാൻ മാക്സിമം നോക്കും. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല്, നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അല്ലെങ്കിൽ ചില സമയത്ത് ചില ടൈമിങ്സ് കുറച്ച് കൂട്ടി എടുക്കുന്ന സമയത്ത് പ്രശ്നം, നിങ്ങൾക്കത് രണ്ടാമത് കാണാനുള്ള റീവാച്ച് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരൂല. മാക്സിമം അന്നത്തെ ദിവസത്തിന്റെ ടോപ്പിക്ക് അന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്ത് അത് തന്നെ എന്ത് ചെയ്യുക, എക്സ്ട്രാ ടൈം ഇട്ടിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യണം. റൈറ്റ്? എല്ലാ ദിവസവും ഈ ഒരു സബ്ജക്റ്റായിട്ട് ടച്ച് വേണം. നിങ്ങൾ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന്, നിങ്ങൾ ഒന്നും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട, നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ഒറ്റക്കൊന്ന് ഇരുന്ന് നോക്കി നോക്കിയാൽ നടക്കൂല. കാരണം ഈ സബ്ജക്റ്റിന് ഒരു പ്രത്യേകത അങ്ങനെയാ. അപ്പൊ ഞാൻ തന്നെ ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇപ്പൊ 6 മണിക്കൊക്കെ ക്ലാസ് തുടങ്ങാന്ന് പറയുമ്പോൾ തലേ ദിവസം എനിക്ക് ഭയങ്കര ടെൻഷനാ. പക്ഷേ ഗ്രാജുവൽ ഐ എം ഗെറ്റിംഗ് യൂസ്ഡ് ടു ഇറ്റ്. ഓക്കെ, ഞാൻ മെല്ലെ മെല്ലെ അതിനോട് യൂസ്ഡ് ആവാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മളെ പല ശീലങ്ങളും പല ദുശീലങ്ങളും നമ്മൾ ചിലപ്പോൾ മാറ്റേണ്ടി വരും, മാക്സിമം സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഉറക്കത്തിന്റെ കാര്യത്തിനൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ റിസ്ക് എടുക്കാനും പറ്റൂല. എന്ന് വെച്ച് നമുക്കിത് പഠിച്ച് തീർക്കും വേണം. അതുകൊണ്ട് മാക്സിമം ഡെയിലി ബേസിസിൽ ഇത് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക, എപ്പോഴും എപ്പോഴും ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഈ സബ്ജക്റ്റിനോട് കണക്റ്റഡ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. കുറച്ചും കൂടി ഒരു കംഫർട്ട് സോണിലേക്ക് വരും. നന്നായിട്ട് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വായിക്കാനും പഠിക്കാനൊക്കെ ഉള്ള ഒരു മൂഡ് ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ലാസ്റ്റ് കുറച്ച് ഡേയ്സ്, ലാസ്റ്റ് ഒരു 60 ഡേയ്സ്, എസ്പെഷ്യലി ലാസ്റ്റ് 30 ഡേയ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മാർക്ക് വരാം. അതുവരെ നിങ്ങൾ ചിലപ്പോൾ ഏപ്രിലോ മെയ്യിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ റെഗുലർ ക്ലാസ് തുടങ്ങിയ കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ റിപ്പീറ്റർ ആയിട്ട് വന്ന കുട്ടികളുണ്ടാവും. ഇപ്പൊ റിസൾട്ട് വന്നിട്ട് പാസ്സാവാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടായിട്ടുണ്ടാവും. എന്തോ ആവട്ടെ, നിങ്ങൾ ഇനീഷ്യൽ എത്ര ഡേയ്സ് എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളതല്ല, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടൈം നിങ്ങൾ
എങ്ങനെ നിങ്ങളുടെ റിവിഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി ലീവ് ഒക്കെ എങ്ങനെ നിങ്ങൾ മാനേജ് ചെയ്തു എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക അവസാനം വരിക. ഓക്കെ, അവസാനം നിങ്ങളുടെ മാർക്ക് വരിക. ഇപ്പൊ നല്ല രീതിയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താവും, നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ സ്കോർ ചെയ്യാനും ക്ലിയർ ഔട്ട് ആവാനും പറ്റും. അതും ജസ്റ്റ് പാസ് അല്ല. ഞാൻ എസ്പെഷ്യലി കഴിഞ്ഞ തവണ ക്ലിയർ ചെയ്യാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ തവണത്തെ അത്ര ഡിഫിക്കൽട്ട് പേപ്പറൊന്നും ആയിരുന്നില്ല. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, നല്ല പേപ്പറായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ തവണ തന്നിട്ടുണ്ടായിരുന്നത്. അതിന് നല്ല രീതിയിൽ സ്കോർ ചെയ്ത കുട്ടികളും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് സ്കോർ ചെയ്യാൻ പറ്റിയില്ല? നിങ്ങൾ തന്നെ ഇവാലുവേറ്റ് ചെയ്യണം, സജസ്റ്റഡ് ആൻസേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യണം, എന്താണ് മിസ്റ്റേക്സ് വന്നത്, അതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ റെക്ടിഫൈ ചെയ്യാണ്ടേ. ഒരേ ശീലങ്ങൾ എല്ലാ അറ്റംപ്റ്റിനും റിപ്പീറ്റ് ചെയ്തിട്ട് ഒരേ റിസൾട്ട് വരുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. 5, 6, 7 അറ്റംപ്റ്റ് ആയി സാറേ ഇതെന്താ മാറാത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാറൂല. കാരണം ഒരേപോലെ തന്നെ എല്ലാ പ്രാവശ്യം തെറ്റ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ എങ്ങനെയാ ഇത് കറക്റ്റ് ആവുക? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണ്ടേ. ഓക്കെ, അപ്പൊ അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഫേസിലേക്കാണ് ഞാൻ കടക്കുന്നത്. സമയം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് പോവാണ്, ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക. ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ റൈറ്റിംഗ് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് ചില ദിവസങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എന്ത് ചെയ്യില്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോവില്ല. ഓക്കെ, അപ്പൊ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കുറച്ചൊരു ടാർഗറ്റ് ഇടും. അപ്പൊ ടാർഗറ്റ് ഇട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിർബന്ധമായിട്ടും നെക്സ്റ്റ് ഡേ ആകുമ്പോഴേക്ക് അന്നത്തെ ദിവസം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ ക്ലാസ് ടൈമിംഗ് എന്നെല്ലാം പറഞ്ഞാല് ഉച്ചക്കോ അല്ലെങ്കിൽ മറ്റേ വൈകുന്നേരം അല്ലല്ലോ നിങ്ങൾക്ക് സെഷൻസ് ഉണ്ടാവുക, മോർണിംഗ് സെഷൻ അല്ലേ. ഒരു മോർണിംഗ് സെഷൻ കഴിഞ്ഞാൽ ഒരു ഫുൾ ഡേ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്തിട്ട് പിറ്റേന്നത്തേക്ക് വരാം. ഇനി അഥവാ നമ്മുടെ സെഷൻസ് ടൈമിംഗ് മാറ്റി രാത്രിയൊക്കെ ആക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും ഒരു രാത്രി കഴിഞ്ഞാൽ നെക്സ്റ്റ് നൈറ്റ് ആയിരിക്കും. ഞാനൊരു ഇത് പറയാണ്, ഒരു ഓപ്ഷൻ പറയാണ് കേട്ടോ. ഞാൻ ഇനി അബ്രോഡ് പോയാൽ എങ്ങനെയായിരിക്കും ടൈമിങ്സ് എന്നുള്ളത് നമ്മൾ ഗ്രൂപ്പിൽ പോൾ ഇട്ടിട്ട് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യും. പക്ഷെ അതിന് കുറച്ച് കാര്യങ്ങളും കൂടി കൺസിഡർ ചെയ്യണം. ലെറ്റ് സി. ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ക്വസ്റ്റ്യൻ നമ്പർ 1 നിങ്ങൾക്ക് എന്തായാലും മാനേജബിൾ ആണ്. Define an offer, explain the essentials of a valid offer, how an offer is different from an invitation to offer. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എഴുതൂലേ? അപ്പൊ ഇതാ, ഫസ്റ്റ് ഓഫ് ഓൾ ഓഫറും പ്രപ്പോസലും രണ്ട് വേർഡ്സും യൂസ് ചെയ്യുന്നത് ഇന്റർചേഞ്ചബിൾ യൂസ് ചെയ്യാറുണ്ട്. സെക്ഷൻ 2A ആണ് അത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡെഫിനിഷൻ ഓൾറെഡി നമ്മൾ പഠിച്ചതാണല്ലോ, ബുദ്ധിമുട്ടില്ലല്ലോ. ഓക്കെ അല്ലേ? സെക്ഷൻ 2A, സെക്ഷൻ 2 എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ സെക്ഷൻസ് ആണ്. അതിൽ ഫസ്റ്റ് ലെറ്റർ ആണ് A. സെക്ഷൻ 2 ബ്രാക്കറ്റ് A കൊടുത്താൽ ഓഫറിന്റെ ഡെഫിനിഷൻ ആണ്. When one person signifies to another his willingness to do or abstain from doing anything with a view to obtain the assent of that other to such act or abstinence, he is said to make a proposal. എസെൻഷ്യൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള, നമ്മൾ 2 ദിവസമായിട്ട് പ്രസന്റേഷൻ എങ്ങനെയാണെന്ന് പറയുമോ? പ്രസന്റേഷൻ ആണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഓക്കെ, ഒരുപാട് വർഷങ്ങളായിട്ട് ആൻസർ എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. പ്രസന്റേഷൻ എങ്ങനെ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഓൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ മുന്നിലുണ്ട്. ഇതാണ് പ്രസന്റേഷൻ. ഓക്കെ, സെക്ഷൻ 2 എന്ന് മാത്രം എഴുതിയ മാർക്കൊന്നും പോവില്ല. ഓക്കെ, പക്ഷെ സെക്ഷൻ 2ക്ക് പകരം വേറൊരു സെക്ഷൻ എഴുതരുത്. അതുപോലെ സെക്ഷൻ 2Aക്ക് പകരം സെക്ഷൻ 2Bയോ സിയോ ഇവിടെ എഴുതരുത്. ഓക്കെ, അപ്പൊ ഷുവർ ആയിട്ടും ഫസ്റ്റ് കാര്യമാണ് ഒരു കോൺട്രാക്ട് ആക്ടിലെ ഫസ്റ്റ് ടേം ആണ് ഓഫർ. അപ്പൊ അതിന് സെക്ഷൻ 2ന്റെ A ആണ്. അപ്പൊ അത് എഴുതിയാൽ ഫുൾ മാർക്ക് നല്ല വൃത്തിയിൽ കിട്ടും. സെക്ഷൻ അറിയില്ലെങ്കിൽ റിസ്ക് എടുക്കാൻ നിൽക്കരുത്. വെറുതെ സെക്ഷൻ തെറ്റിച്ചിട്ട് വെറുതെ എന്ത് ചെയ്യരുത്, ഉള്ള മാർക്ക് കൊണ്ടുപോയി കളയാൻ പാടില്ല. അപ്പൊ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇത് വെച്ചിട്ട് തന്നെ ആൻസർ തുടങ്ങാൻ ശ്രമിക്കുക. ഇത് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യുക. ഞാനിപ്പോ 2 ദിവസം മുന്നെയാണ് ഇത് എടുത്തത്. 2 ദിവസം മുന്നേ എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ ഇന്നത്തേക്ക് മറക്കാൻ തുടങ്ങും. അതുകൊണ്ട് എപ്പോഴും 48 മണിക്കൂർ സൈക്കിളിൽ ഇതിങ്ങനെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എസെൻഷ്യൽ എലമെന്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇന്നലെ എനിക്കൊന്ന് ഓൾറെഡി എസെൻഷ്യൽ എലമെന്റ്സ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ? അതേപോലെ തന്നെ ഐഷ്യ, നിയോ അല്ലെ? നമ്മളെ ഈ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? യെസ് ഓർ നോ? അപ്പൊ ഇതാ, കേപ്പബിൾ ഓർ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ സർട്ടൻ ആയിരിക്കണം, ഡെഫിനിറ്റ് ആയിരിക്കണം, വേഗ് അഥവാ കൺഫ്യൂസിങ് ആവാൻ പാടില്ല അല്ലേടാ? യെസ് ഓർ നോ? ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ്, മെയ്ഡ് വിത്ത് എ വ്യൂ ടു ഒബ്റ്റെയിനിങ് ദി അസെന്റ് ഓഫ് ദി അതർ പാർട്ടി. ഓഫർ മേ ബി കണ്ടീഷണൽ, ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് amount to acceptance, may be general or specific, may be express or implied. Statement of price is not an offer. ക്ലിയർ ആണോ മക്കളെ? ഇതാണ് പ്രസന്റേഷൻ. ഇത് തന്നെയാണ് നമ്മൾ പഠിച്ചത്. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ മാക്സിമം നിങ്ങൾ നിങ്ങളതായ രീതിയിലേക്ക് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങളെ മാർക്ക് കുറഞ്ഞു വരും. അത് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഡെഫിനിഷൻ, അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ്. ഓഫറും ഇൻവിറ്റേഷൻ ടു ഓഫറും നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓഫർ എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ആണ്. ഓക്കെ,
ഇവിടെയൊന്നും ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡെഫിനിഷൻ ചോദിച്ചു, എസെൻഷ്യൽ എലമെന്റ്സ് ചോദിച്ചു, എങ്ങനെയാണ് അടുത്ത് ഡിഫറൻസ് എന്ന് ചോദിച്ചു. ഡെഫിനിഷൻ മീനിങ് മാറാതെ മാറി എഴുതിയാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ട്. ഡെഫിനിഷൻ മീനിങ് മാറാതെ മാറ്റി എഴുതിയാൽ കുഴപ്പമുണ്ട്. ഡെഫിനിഷൻ ആണ്. ഓക്കെ, ഡെഫിനിഷൻ ആകുമ്പോൾ അതിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങളെ ഡെഫിനിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നിട്ടുള്ളത്? ഡെഫിനിഷന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. അതേപോലെ തന്നെ എസെൻഷ്യൽ എലമെന്റ്സിന്റെ കേസിലും കീവേഡ്സ് ആണ്, അതിൽ കോംപ്രമൈസ് ചെയ്യരുത്. മറ്റേ എസെൻഷ്യൽ എലമെന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു സിംഗിൾ സെന്റൻസിൽ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് ടൈം കളയരുത്. ഇങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ തന്നെ കൊടുത്താലും കുഴപ്പമില്ല. ഇനി അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ആൻസർ ഒന്നും കൂടി ഭംഗിയാക്കണം, കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കണം എന്നുണ്ടെങ്കിൽ സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക. കൂടുതൽ എഴുതിയത് തന്നെ എഴുതിക്കൊണ്ടിരുന്നിട്ട് നിങ്ങൾ എക്സ്പ്ലനേഷൻ എന്നെല്ലാം പറഞ്ഞാൽ, ഞാനും പറയട്ടെ, എക്സ്പ്ലനേഷൻ എന്നെല്ലാം പറഞ്ഞാല് ഇവിടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് മറ്റേ ഈ പോയിന്റ്സിൽ ഉള്ളത് തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആയിട്ട് വരാം. അങ്ങനെയാണെങ്കിൽ പിന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കണ്ട. നമ്മുടെ പോയിന്റ്, എസെൻഷ്യൽ എലമെന്റ് അല്ലെങ്കിൽ ഓരോ പോയിന്റും എന്തെങ്കിലും ഡിഫറെന്റ് രീതിയിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫറൻസ് ഉള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുത്താൽ മതി. എക്സ്പ്ലനേഷൻ കൊടുക്കണ്ടേ എന്നുള്ള പേരിന് ഓൾറെഡി എഴുതിയ പോയിന്റ് നേരെ തിരിച്ച് മറ്റേ മസ്റ്റ് ബി കേപ്പബിൾ ഓഫ് അല്ലെങ്കിൽ മസ്റ്റ് ബി സർട്ടൻ ഡെഫിനിറ്റ് ആൻഡ് നോട്ട് വേഗ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? അത് ഒരു എക്സാമ്പിൾ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. പക്ഷെ ഇനി അതില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ പിന്നെയും എന്താ പറയാ, അതിന് നേരെ എക്സ്പ്ലനേഷൻ ആയിട്ട് ഓഫർ മസ്റ്റ് ബി ക്ലിയർ എന്നൊന്നും പറഞ്ഞിട്ട് എഴുതണ്ട. when one person signifies his willingness to another, ഈ വേർഡ്സ് മാറിയാലും കുഴപ്പമുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ കീവേഡ്സ് പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. ഇപ്പൊ ബെയിൽമെന്റിന്റെ ഡെഫിനിഷൻ ഉണ്ട്, അതിൽ ഒരു കീവേഡ് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലായാലും കീവേഡ്സ് ഒക്കെ സെയിം ആണെങ്കിൽ പ്രശ്നമില്ല. അപ്പൊ അതില് ഞാനത് ആ സമയത്ത് പറയൂ, മനസ്സിലായോ? അല്ലാണ്ട് when one person signifies to another his willingness to do എന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ എഴുതാം. കുഴപ്പമുണ്ടോ ചോദിച്ചാല് നിങ്ങൾ എഴുതിയിട്ടില്ല, നിങ്ങൾ എന്ത് ചെയ്തു, മറ്റേ നിങ്ങളതായ ടേംസിൽ എഴുതി. വേറൊരു കുട്ടി കറക്റ്റ് ഇതേപോലത്തെ ടേമിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് നിങ്ങളെക്കാൾ മാർക്ക് കിട്ടും, നിങ്ങളെക്കാൾ ഇംപ്രഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളെ എന്താ പറയാ, ഒരു പാസ്സാവും, നിങ്ങൾ ചിലപ്പോൾ ഫെയിൽ ആവും. കേസ് സ്റ്റഡി എഴുതണോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ഓൾ ബാലൻസ് ബിറ്റ്വീൻ ക്വാളിറ്റി ആൻഡ് ടൈം മാനേജ്മെന്റ്. ക്വാളിറ്റി കൂട്ടി ലാസ്റ്റ് ടൈം ഇല്ലാത്ത അവസ്ഥ വന്നാൽ 60 മാർക്ക് 70 മാർക്ക് എഴുതുമ്പോഴത്തേക്ക് സമയം കഴിയും. അതേസമയം വല്ലാണ്ട് ടൈമിനെ പറ്റി കൺസേൺഡ് ആയിട്ട് സ്പീഡ് ആയി കഴിഞ്ഞാൽ ക്വാളിറ്റി ഉണ്ടാവില്ല. സോ ദർ മസ്റ്റ് ബി എ പ്രോപ്പർ ബാലൻസ്. സമയം മാനേജ് ചെയ്യാനും പറ്റണം, എന്നാൽ ക്വാളിറ്റിനെ ബാധിക്കാനും പാടില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഇറ്റ്സ് എ ചോയ്സ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് എഴുതി തീർക്കുക. അല്ലെങ്കിൽ പിന്നെ അതിനിങ്ങനെ വെറുതെ എന്ത് ചെയ്യരുത്, കടിച്ചു തൂങ്ങി ഒരു ക്വസ്റ്റ്യൻ മുമ്പിൽ നിൽക്കരുത്. അപ്പൊ പറ്റുമെങ്കിൽ സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ കൊടുക്കുക. ചില സമയത്ത് നിങ്ങൾക്ക് കൊടുക്കണ്ടെന്ന് തോന്നി കൊടുക്കണ്ട, കാരണം സമയം ഇല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണ്ട. അതന്നെ. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് മെച്യൂർ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. പ്രൊവിഷൻ സെൽഫ് വേർഡ്സ് വിത്ത് കീവേഡ്സ് യൂസ് ആക്കി എഴുതിക്കൂടെ? പ്രൊവിഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾ പ്രൊവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഡെഫിനിഷൻ നോ കോംപ്രമൈസ്, എസെൻഷ്യൽ എലമെന്റ്സ് നോ കോംപ്രമൈസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് ദിസ് അതും നോ കോംപ്രമൈസ്. മാക്സിമം ഒരേപോലെ എഴുതാൻ ശ്രമിക്കുക. ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ ചിലപ്പം സ്വന്തം വേർഡ്സിൽ എഴുതേണ്ടി തന്നെ വരും. അപ്പൊ അതൊക്കെ മനസ്സിലാവും. അതൊക്കെ നിങ്ങൾ ഡെയിലി കാര്യങ്ങൾ ചെയ്യുക, മാക്സിമം അതിനോട് എത്തിക്കുക. ഡെയിലി ലൈഫിൽ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുക. ഇപ്പൊ താഴത്തെ കേസ്, ഇൻ ടേംസ് ഓഫ് സെക്ഷൻ 2A, ഓഫർ ഈസ് ദ ഫൈനൽ വില്ലിംഗ്നെസ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ് ബൈ ദി ഓഫറർ ടു ബി ബൗണ്ട് ബൈ ദ ഓഫർ ഷുഡ് ദി അതർ. ബട്ട് ഇത് ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചിട്ട് പോയിട്ട് എഴുതാനൊന്നും നിൽക്കണ്ട. ഇത് ഏകദേശം നോക്കി വെക്കുക. ഇതിന്റെ ഇടക്കിടക്ക് ഇത് റിപ്പീറ്റ് ചെയ്യുക, ഡെയിലി ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇപ്പൊ ഞാൻ ഇപ്പം ജനുവരി എക്സാമിനൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസ്സിലുള്ള ഒരു കുട്ടി, അവന് ഓൾറെഡി മുന്നേ കുറച്ച് ഐഡിയ ഒക്കെ ഉണ്ട്. മറ്റേ ഫൗണ്ടേഷൻ എക്സാം സെപ്റ്റംബർ എക്സാം എഴുതിയിട്ട് പാസ്സായിട്ടുണ്ട്. അപ്പൊ ഇറ്റ്സ് ഓൾ, നമ്മൾ ഒരു അറ്റംപ്റ്റും സ്കിപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ അവനക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാനിപ്പോ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതല്ലേ, ജനുവരിയിൽ സമാധാനത്തിൽ എഴുതിക്കൂടെ എന്ന് പറഞ്ഞിട്ട് ചിന്തിക്കാം. അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അവനിപ്പം ഇന്ററിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കുക, നമ്മുടെ ചോയ്സ് ആണ്. സമയത്തിന് തീർക്കാൻ പറ്റും എന്നുള്ളത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിൽ തന്നെ എഴുതാനുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലാണ്. മെയ്ഡ് വിത്ത് ദ ഇന്റൻഷൻ ടു നെഗോഷിയേറ്റ് ഓർ ഓഫർ ടു റിസീവ് ഓഫർ, അങ്ങനെയാണ് പറയല്. ശരിക്കും ഓഫർ ടു റിസീവ് ഓഫർ എന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറയുന്നത് ഒരു ഓഫർ അല്ല. പക്ഷെ ശരിക്കുള്ള ഒറിജിനൽ ആക്ച്വൽ ഓഫർ കിട്ടണമെന്ന ഉദ്ദേശത്തിൽ നമ്മൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ. അതായത് ഒരു പാർട്ടി വിത്തൗട്ട് എക്സ്പ്രസിംഗ് ഫൈനൽ വില്ലിംഗ്നെസ് proposes certain terms on which he is willing to negotiate. He does not make an offer but only invites the other party to make an offer on those terms.
ഇത് എഴുതിയാൽ ഇത് തന്നെ മതി. ഇനി ലാസ്റ്റത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വില്ലിംഗ്നെസ് ടു അബൈഡ് ബൈ ദ ടേംസ് ഓഫ് ദി ഓഫർ. അത് എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ നിങ്ങൾ പ്രൊവിഷനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സെന്റൻസ് ആയിരിക്കും ഉണ്ടാവുക, ചിലപ്പോൾ രണ്ടായിരിക്കും, ചിലപ്പോൾ മൂന്നായിരിക്കും. മതി, നിർത്താം, എഴുതാ, പറ്റുന്ന പോലെ എഴുതിയിട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. മാക്സിമം 100 മാർക്കിന് അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു മാർക്ക് കിട്ടും. അല്ലാണ്ട് ഒന്നിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് സമയം എടുത്ത് നിന്നിട്ട് കാര്യമില്ല. കഴിഞ്ഞ തവണത്തെ സെപ്റ്റംബർ എക്സാമിന്റെ ഫൗണ്ടേഷൻ ഇന്റർ അടക്കം പല കുട്ടികളും വന്ന് പറഞ്ഞ കാര്യമാണ്, അക്കൗണ്ട്സിനും ലോയ്ക്കൊക്കെ 5 മാർക്കിനും 10 മാർക്കിനും 1 മണിക്കൂർ വരെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് എക്സാം ഹാൾ എന്ന് പറഞ്ഞാൽ അതൊരു ടെസ്റ്റാണ്, അതൊരു മറ്റേ ഭയങ്കര പരീക്ഷണ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ആ സമയത്ത് നിങ്ങൾ എങ്ങനെ ടൈം മാനേജ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ്. ആ സമയത്ത് ഒരുപാട് സമയം എടുത്തിട്ട് കാര്യമില്ല. ഇനി അഥവാ സമയം എടുത്ത് പോയി, അത് അവിടെ വെച്ചിട്ട് അടുത്തയിലേക്ക് പോവാ. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യണ്ട, മാക്സിമം ടൈം കുറച്ചിട്ടാണെങ്കിലും ക്വാളിറ്റീനെ ബാധിക്കാത്ത രീതി പ്രസന്റ് ചെയ്യുക. പക്ഷേ ഒരു സമയം അയക്കാൻ അടുത്തയിലേക്ക് പോയേ പറ്റുള്ളൂ. പിന്നെ റിഗ്രറ്റ് ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ ആക്ഷൻസിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിൽ നിങ്ങളുടെ മിസ്റ്റേക്സിനുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പൊ ആ ടൈമൊക്കെ നോക്കി മാനേജ് ചെയ്ത് ചെയ്യുക. ഇതൊക്കെ ഡെയിലി ബേസിസിൽ വായിച്ചുകൊണ്ടേയിരിക്കുക. ഓക്കെ. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4 ഒക്കെ സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് ഒന്ന് സോൾവ് ചെയ്തേ. The shopkeeper displayed a pair of dress in the showroom and price tag of ₹2000 was attached to the dress. Miss Lovely looked to the tag and rushed to the cash counter. Then she asked the shopkeeper to receive the payment and pack up the dress. Shopkeeper refused to hand over the dress to Miss Lovely in consideration of the price. She seeks her advice whether she can sue the shopkeeper. Sue ആണോ cannot sue ആണോ എന്ന് ചിന്തിച്ചിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യും. ഇതേ എക്സ്പീരിയൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഇതന്നെ എന്ത് ചെയ്യും, എക്സാമിന് ചോദിച്ചാൽ നല്ല അടിപൊളിയായിരിക്കും. ഇതേപോലെ എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. റീസെന്റ് അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ലുലു ട്രിവാൻഡ്രത്ത് പോയിട്ട് ഒരു ഡ്രസ്സ് കണ്ട് 50% ഓഫർ കണ്ടിരുന്നു അവിടെ. അതെടുത്തിട്ട് ക്യാഷ് കൗണ്ടറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 4000 ജാക്കറ്റാണ്. എൻ്റെ മൈൻഡിൽ ഞാൻ കൊടുക്കേണ്ടത് 2000 ആണ്. അവിടെ എത്തി മറ്റേ ക്യാഷ് കൗണ്ടറിൽ കൊടുത്ത സമയത്ത്, ഇത് റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നതാണ്, എന്നോട് പറയാണ്, സാർ ഇതിന് ഓഫർ ഇല്ല, ഇത് ന്യൂ അറൈവലാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും ന്യൂ അറൈവൽ അല്ല, ഞാനിത് മറ്റേ 50% ഓഫർ ഉള്ളിടത്തു നിന്ന് എടുത്തിട്ട് വന്നതാ. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം ഉണ്ട്, ഇത് വേറെ ആരോ എന്താ പറയാ ട്രൈ ഇവിടെ തൂക്കിയതായിരിക്കും. ഞാൻ പറയും ഇതൊന്നും പറഞ്ഞ കാര്യമില്ല, എനിക്ക് കിട്ടിയത് ന്യൂ അറൈവൽ എന്നാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, 50% ഓഫർ വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുപാട് ന്യൂ അറൈവലിൽ ഡ്രസ്സ് കൊണ്ടുപോയി അവിടെ നിന്ന് എടുക്കുന്ന പോലെ ആക്കിയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് ഡിസ്കൗണ്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇവിടെ മനസ്സിലാക്കുക, ഡിസ്പ്ലേ ചെയ്യുക അല്ലെങ്കിൽ പ്രൈസ് ടാഗ് എന്നൊക്കെ പറയുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ഇൻവിറ്റേഷൻ ടു ഓഫർ ആണ്. ആരാണ് ഓഫറർ എന്ന് പറയാൻ പറ്റുമോ? ഇവിടെ ആരാ ഓഫറർ? ഷോപ്പ് കീപ്പർ ആണോ അതോ ലവ്ലി ആണോ? ഷോപ്പ് കീപ്പർ ആണോ ലവ്ലി ആണോ ഈ പറയുന്ന കേസിൽ ഓഫറർ എന്ന് പറയുന്നത്? ഇവിടെ ഓഫറർ എന്ന് പറയുന്നത് ലവ്ലി എന്ന് പറയുന്ന ലേഡിയാണ്. അവരാണ് മറ്റേ ഷോപ്പ് കീപ്പറിന്റെ ഇൻവിറ്റേഷൻ ടു അക്സെപ്റ്റ് ചെയ്തിട്ട് ഷർട്ട് എടുത്ത് അല്ലെങ്കിൽ ഡ്രസ്സ് എടുത്തിട്ട് നടത്തിയത് അവരാണ്. അപ്പൊ അത് ശരിക്കും മനസ്സിലാക്കുക. അത് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നുള്ള ആരുടെ ഇഷ്ടമാണ്? ഷോപ്പ് കീപ്പറുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ റിജക്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. അപ്പൊ അത് മനസ്സിലാക്കാൻ ഓഫർ ഷുഡ് ബി, ശരിക്കും ശ്രദ്ധിക്കുക. ചില ടേംസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് കറക്റ്റ് എൻ്റെ കൂടെ ഉണ്ടാവണം. ഓഫർ ഷുഡ് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. An offer is definite and capable of converting an intention into a contract, whereas an invitation to offer is and precedes a definite offer. അത് ഇൻഡ്യൂസ് ഓഫർ അല്ലെങ്കിൽ ഓഫറിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന ഒരു അറ്റംപ്റ്റ് മാത്രമാണ് ഇൻവിറ്റേഷൻ ടു ഓഫർ. യെസ് ഓർ നോ? ഓഫർ എന്ന് പറയുന്നത് ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് വില്ലിങ്നെസ് ആണ്. അത് കറക്റ്റ് അങ്ങനെ തന്നെ എഴുതാ. ഇത് നേരത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയാണോ പഠിച്ചത്, അത് എഴുതണോ? അത് എഴുതിക്കോ, കുഴപ്പമില്ല. അത് നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്താ അറിയോ, ഇപ്പൊ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നാമത് ഓഫർ, അതിൽ എസെൻഷ്യൽ എലമെന്റ്സ് അത് എവിടെയെങ്കിലും എഴുതി വെക്കുക. നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ നിങ്ങളൊരു കാര്യം ചെയ്തോ. ഇനി അവസാന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ബാങ്ക് ഒന്നും നടക്കൂല. എക്സാം ഹാളിന്റെ അല്ലെങ്കിൽ അക്കൗണ്ട്സ് എക്സാം കഴിഞ്ഞിട്ടുള്ള. അപ്പൊ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളൊരു ബുക്ക് വാങ്ങിക്കുക, ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുക. അതിൽ നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് ഓരോ കാര്യങ്ങൾ എഴുതാൻ ഉദ്ദേശിക്കുന്നത് അത് മാത്രം എഴുതുക. ഓക്കെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സജഷൻ തരട്ടെ. ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ജസ്റ്റ് 3rd ഡേ അല്ല ആയിട്ടുള്ളൂ.
ഒരു മെറ്റീരിയൽ വാങ്ങിക്കുക അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിക്കുക. നിങ്ങളുടെ അടുത്തുള്ള ഓൾറെഡി ഉള്ള ക്ലാസ് നോട്ട്സ് ഇതൊക്കെ എനിക്ക് മനസ്സിലാവും, അതൊക്കെ ഓൾറെഡി നിങ്ങൾ യൂസ് ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറയുന്നത് നമ്മളിനി ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും അല്ലെങ്കിൽ ഫ്രഷ് നോട്ട്ബുക്ക് വാങ്ങിക്കാം. ഫ്രഷ് നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ട് ഹെഡിങ് കൊടുക്കുക, ചാപ്റ്റർ 2 ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, യൂണിറ്റ് 1 നേച്ചർ ഓഫ് കോൺട്രാക്ട്, എന്നിട്ട് ഫസ്റ്റ് ഓഫർ, എന്നിട്ട് 1-2 തവണ പഠിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഓഫറിന്റെ ഡെഫിനിഷൻ എഴുതാം. ഓക്കെ അല്ലേ? റെഡി ആണോ? ഇപ്പൊ റെഡി ആയോ? അപ്പൊ ഓക്കെ ആണെന്നെങ്കിൽ ഓക്കെ പറയണേ. ഇപ്പൊ റെഡി ആണെങ്കിൽ റെഡി പറയാ, ഓക്കെ പറയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ റേസ് ഹാൻഡ് ചെയ്താൽ മതി, റേസ് ഹാൻഡ് ചെയ്താൽ മതി. റേസ് ഹാൻഡ് ചെയ്യാ, റേസ് ഹാൻഡ് ചെയ്യാം. റേസ് ഹാൻഡ് ചെയ്യാ. എന്തെങ്കിലും സ്റ്റെക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ തോന്നുന്നുണ്ടെങ്കിൽ റേസ് ഹാൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുക. ഒരു ഫ്രഷ് നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് അതിൽ ആദ്യം നിങ്ങൾ ഇനിയിപ്പോ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അതിന്റെ റിസ്ക് എടുക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ അത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഒരു തവണ ഓഫറിന്റെ ഡെഫിനിഷൻ കറക്റ്റ് അതേപോലെ എഴുതുക. ഓക്കെ, കറക്റ്റ് ഓഫറിന്റെ ഡെഫിനിഷൻ എഴുതുക. എസെൻഷ്യൽ എലമെന്റ്സ് സിംഗിൾ പോയിന്റ്സ് ഇപ്പൊ നേരത്തെ കണ്ട ആൻസർ കീയിലുള്ള അതേപോലെ എഴുതുക. അതിന് ശേഷം ഓഫർ വേഴ്സസ് ഇൻവിറ്റേഷൻ ടു ഓഫർ അല്ലെങ്കിൽ ഓഫർ ആൻഡ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന ഹെഡിങ് കൊടുത്തിട്ട് 2-3 സെന്റൻസ് മാത്രം എഴുതുക. എന്തൊക്കെയാ? ഓഫർ ഷുഡ് ബി ഡിസ്റ്റിംഗ്വിഷ്ഡ് ഫ്രം ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. ആൻ ഓഫർ ഈസ് ദ അല്ലെ ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ്, വേറാസ് അണ്ടർ ഇൻവിറ്റേഷൻ ടു ഓഫർ, വേറാസ് ഇൻവിറ്റേഷൻ ടു ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു റിസീവ് ഓഫർ എന്നുള്ള രീതിയിൽ കുറച്ച് ടേംസ് വെച്ചിട്ട് എഴുതാം. ഞാൻ അതിന് വേണമെങ്കിൽ നിങ്ങളെ നന്നായിട്ട് എന്ത് ചെയ്യാം, ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളുടെ നോട്ട്ബുക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഇതുണ്ടാവുമല്ലോ, ഞാൻ പറഞ്ഞ പോലെ നോട്ട്ബുക്ക് എടുത്ത് വാങ്ങിച്ചിട്ട് ഇതിങ്ങനെ കൊടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഓഫർ, അതിന്റെ ഡെഫിനിഷൻ കൊടുക്കുക. അടുത്തായിട്ട് അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സ് കൊടുക്കുക. എസെൻഷ്യൽ എലമെന്റ്സിൽ എന്ത് മാത്രം കൊടുത്താൽ മതി? കീ പോയിന്റ്സ് മാത്രം കൊടുത്താൽ മതി, എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതില്ല. കാരണം എക്സാം ഹാളിൽ നിങ്ങൾക്ക് എല്ലാ പോയിന്റും ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂല. ചില പോയിന്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പക്ഷെ എല്ലാം അങ്ങനെ ആവണമെന്നില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ഓഫർ മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് എന്നുള്ള പോയിന്റ് എന്ത് എഴുതാം? ഓഫർ ഈസ് കമ്മ്യൂണിക്കേറ്റഡ് വെൻ ഇറ്റ് കംസ് ടു ദ നോളജ് ഓഫ് ദ ഓഫറി എന്ന് എഴുതിയാൽ ഒരു സെന്റൻസ് അവിടെ കിട്ടി, അവിടെ എക്സ്ട്രാ പോയിന്റ് ആയി. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യേണ്ട കാര്യം, ഓഫർ an offer must be distinguished from an invitation to offer. An offer is the final expression of willingness. അല്ലേ? ഫൈനൽ എക്സ്പ്രഷൻ ഓഫ് വില്ലിംഗ്നെസ് വെൻ വൺ പേഴ്സൺ സിഗ്നിഫൈസ് ഹിസ് വില്ലിംഗ്നെസ് ടു ഡു, അങ്ങനെ എഴുതാം, ടു ഡു from doing anything. Final expression of willingness to do or abstain from doing anything, that is the person becomes bound, the person making the offer, person making the offer making the offer becomes bound by it if the other party chooses to accept it, chooses to accept it. Whereas invitation to offer is an attempt
or induce offers. Okay, and only results in an offer. The other party agrees to it. ഓക്കെ ആണോ? ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ പറയാ. ഇനി ഓഫറായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ക്വസ്റ്റ്യനിലും ഇൻവിറ്റേഷന്റെ ഓഫറായിട്ട് ബന്ധപ്പെട്ട് എഴുതുന്നുണ്ടെങ്കിൽ ഇത് എഴുതാം. മിനിമം ഇതെങ്കിലും എഴുതാം. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാണ്ട് പിന്നെ നിങ്ങൾ IC മൊഡ്യൂളിലുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഹാൻഡ് ബുക്കിലുള്ളത് എൻ്റെ വർക്ക് ബുക്കിലുള്ളത് ഡെയിലി ഇങ്ങനെ എന്തെങ്കിലും വായിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ നടക്കൂല. അപ്പൊ നിങ്ങൾക്ക് എന്താണോ നടക്കുന്നത് കീവേഡ്സ് അടക്കം അതിനെ ക്രിസ്പായിട്ട് എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ച് അത് മാത്രം പഠിക്കുക. ഇതാകുമ്പോൾ എന്താ വെച്ചാൽ ലിമിറ്റഡ് ഓപ്ഷൻസിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്, ലിമിറ്റഡ് കണ്ടന്റിലേക്ക് പോയിട്ട് അത് നന്നായിട്ട് റിവൈസ് ചെയ്താൽ മതി. കുറച്ച് മതി, അത് നന്നായിട്ട് പഠിച്ചാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? നിങ്ങളെല്ലാ 100% ടോപ്പിക്കും എന്താ പറയാ കോംപ്രഹെൻസീവ് ആയിട്ട് പഠിച്ച് തീർക്കും എന്നുള്ള രീതിയിലേക്കൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ബെറ്റർ ചാപ്റ്റർ സ്കിപ്പ് ചെയ്യുന്നതിന് പകരം അറ്റംപ്റ്റ് സ്കിപ്പ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ കറക്റ്റ് എഴുതിയിട്ട് ഇത് കറക്റ്റ് ഫോളോ ചെയ്യൂലേ? യെസ് ഓർ നോ? ഓക്കെ ആണെങ്കിൽ ഒന്ന് ഓക്കെ പറ. നിങ്ങൾ ചാറ്റ് ബോക്സിൽ റെസ്പോണ്ട് ചെയ്യും, കാര്യങ്ങൾ പറ. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾ സൗണ്ട് ആക്കിയാൽ പറഞ്ഞാലും മതി. ആർ യു ഫീലിംഗ് ബെറ്റർ? നിങ്ങൾ മനസ്സിലാക്കി ഇങ്ങനെ എഴുതിയിട്ട് ഇത് തന്നെ വെച്ചിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അല്ലാണ്ട് കൂടുതൽ എന്ത് ചെയ്യണ്ട, നിങ്ങൾ പിന്നെയും ആൻസർ കീയിലേക്ക് പോയിട്ട് അതിന് മുകളിലുള്ള കഷ്ടപ്പെടുന്നതും വേണ്ട. ഓക്കെ, ഇതാ എവരെ പാർട്ടി വിത്തൗട്ട് എക്സ്പ്രസിംഗ് final willingness proposes certain terms on which he is willing to negotiate. He does not make an offer, but he invites only the other party to make an offer on those terms. ഇതാണ് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. സോ ദ ഡിസ്പ്ലേ ഓഫ് ആർട്ടിക്കിൾസ് വിത്ത് എ പ്രൈസ് ഇസ് മിയർലി ആൻ ഇൻവിറ്റേഷൻ ടു ഓഫർ. അപ്പോൾ എന്ത് വരുന്നില്ല, ഇറ്റ് ഈസ് ഇൻ നോ സെൻസ് ആൻ ഓഫർ. ആക്സെപ്റ്റൻസ് എന്താവില്ല, കോൺട്രാക്ട് ആവുന്ന രീതിയിലുള്ള ഒരു ഓഫർ അല്ല. ബൈ മിസ് ലവ്ലി ബൈ സെലക്ടിങ് ദ ഡ്രസ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണേ. ഇനിയും പിന്നെ എക്സാമിന്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാം ഹാളിൽ വെച്ചിട്ടോ ഇനി ഇത് ഓഫർ ആണോ എന്നുള്ള രീതിയിൽ ഇരുന്ന നടക്കൂല. അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായോ? ബൈ അപ്രോച്ചിങ് ദ ഷോപ്കീപ്പർ ഫോർ പേയ്മെന്റ് സിംപ്ലി മെയ്ഡ് ആൻ ഓഫർ ടു ബൈ ദ ഡ്രസ് സെലക്ടഡ് ബൈ ഹർ. ദ ഷോപ്കീപ്പർ ഡസ് നോട്ട് ആക്സെപ്റ്റ് ദ പ്രൈസ്. ദ ഇൻട്രസ്റ്റഡ് ബയർ കനോട്ട് കമ്പൽ ഹിം ടു സെൽ. ഓക്കെ, ഷോപ്കീപ്പർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് ബയർക്ക് അത് കമ്പൽ ചെയ്യാൻ പറ്റില്ല. സർ അപ്പൊ പിന്നെ എന്ത് തേങ്ങക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് മറ്റേ ഷോപ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്? പിന്നെ എന്തിനാ പ്രൈസ് ടാഗ് ഇടുന്നത്? അത് അങ്ങനെയാണോ റൂള്? ഞാൻ പറഞ്ഞില്ല, അവിടെ ഒന്നും ഒരു അൺഫെയർനെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചില ആൾക്കാർക്ക് വേണമെങ്കിൽ പ്രൈസ് ടാഗ് മാറ്റിയിട്ടൂടെ അങ്ങനെയാണെങ്കിൽ? അപ്പൊ ശ്രദ്ധിക്കുക, പ്രൈസ് ടാഗ് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റേഷൻ, അത് എടുത്തിട്ട് വാങ്ങിക്കാൻ കൗണ്ടറിലേക്ക് പോകുന്നത് ഒരു ഓഫർ ആണ്. അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടത് ഷോപ്കീപ്പർ തീരുമാനിക്കും. അങ്ങനെയാണ് റൂള് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പിന്നെ യാതൊരു കോംപ്രമൈസും ചിന്തിക്കരുത്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു സംഭവം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സെപ്പറേറ്റ് എന്ത് ചെയ്യുക, ഒരു നോട്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുക. അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കീവേഡ്സ് വെച്ചിട്ട് ആൻസർ ചെയ്തിട്ട് അത് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ നിങ്ങളുടെ ഹാൻഡ് ബുക്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വളരെ ക്രിസ്പായിട്ട് കുറച്ച് ഒരു ബുക്കിലേക്ക് മാറ്റാനും അത് നന്നായിട്ട് വായിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാനും റിവൈസ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റും. ഇതിനൊരു ഗുണം എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ നമ്പർ 3 ഞാൻ ൊന്നുമില്ല, സെയിമാ. കസ്റ്റമർ 3 നിങ്ങൾ നോക്കിക്കോ, എന്തെങ്കിലും കീവേഡ്സിൽ അപ്പുറം ഇപ്പുറം മാറിയിട്ടുണ്ടാവും, എന്തെങ്കിലും ചെറിയ സെന്റൻസിന്റെ പ്ലേസ്മെന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിമാ. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഇങ്ങനെ കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് സെൽഫ് സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലും സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ ഓൾസോ. വാഷിംഗ് മെഷീൻ വാങ്ങാൻ പോയി, അതിനൊരു പ്രൈസ് ടാഗ് ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ട്. അതിന് പിന്നെ ഒരു ഡിഫറെന്റ് രീതിയിലുള്ള ഓരോ ഡിസ്കൗണ്ട് ഇന്നലെ വരെ ആയിരുന്നു, ഇന്ന് മുതൽ ഡിസ്കൗണ്ട് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഫുൾ എമൗണ്ട് അടക്കണം എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ആംഗ്രി ആയി, അങ്ങനെ കൊടുത്തു. രാഹുലിനെ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. ഇതൊക്കെ സെയിം മുകളിലത്തെ സെയിം ലെവലുള്ളത് കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ ആണോ മക്കളെ? യെസ് ഓർ നോ? സെയിം ക്വസ്റ്റ്യൻ ആണ്. സോ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിട്ട് നാളത്തേക്ക് വരുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പക്കയായി വായിച്ച് മനസ്സിലാക്കിയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരണം. ക്ലാസ്സിന് വരുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞില്ലേ, പലതുള്ളി പെരുവെള്ളം. ഞാൻ എൻ്റെ റിയൽ ലൈഫ് സിനാരിയോ പറയാം. ഞാൻ അത് ആരെയും കുറ്റപ്പെടുത്താനൊന്നും പറയുന്നതല്ല. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അടക്കം സെപ്റ്റംബർ എക്സാമിനേക്ക് അടക്കം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വർക്കൗട്ട് ബാച്ച് എന്നുള്ള പേരിൽ നമ്മൾ സൈലത്തില് ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ആയിട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഓഫ്ലൈൻ ക്ലാസ് എടുക്കാൻ പോയാൽ എസ്പെഷ്യലി ഒരു കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്, അതിപ്പോ ഓൺലൈൻ ക്ലാസ്സിനും ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മള് ക്ലാസ്
നമ്മള് ക്ലാസ് നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവരൊന്നും പഠിക്കൂല. ക്ലാസ്സിൽ സാറ് കയറി കഴിഞ്ഞാൽ ക്ലാസ്സിൽ നിന്ന് സാർ ഇറങ്ങുന്നവരെ അവരെന്ത് ചെയ്യും, പഠിക്കും, അല്ലെങ്കിൽ സാറിനെ ഫോളോ ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ടുണ്ടാ വേറൊന്നുമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ടൈം അല്ലെങ്കിൽ മറ്റുള്ള മുന്നുള്ള സമയം, ശേഷമുള്ള സമയം, പിന്നെ ബാക്കിയുള്ള സംസാരത്തിലേക്ക് പോയി. നമ്മളെന്തോ ഓരെ പിടിച്ചിട്ട് ഇങ്ങനെ മറ്റേ ഏതോ ഒരു കഷ്ടപ്പെടുത്താൻ കൊണ്ടുപോയ പോലെയാ. ആ സമയത്ത് മാത്രം ഇരുന്ന് പഠിക്കും, അല്ലാത്ത സമയത്ത് ഇരുന്ന് പഠിക്കൂല. നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിലാ. അതൊരു ഫാക്കൽറ്റി ക്ലാസ്സിന് വരുന്നതിനെ ബേസ് ചെയ്തിട്ടോ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നതിനെ ബേസ് ചെയ്തിട്ടോ ആവരുത്. മനസ്സിലായോ? അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻസ് ഞാൻ മാക്സിമം, ഞാൻ പറഞ്ഞില്ലേ, എല്ലാ ക്വസ്റ്റ്യൻസും ചിലപ്പോൾ ഇടാൻ ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് നിങ്ങളോട് ഫസ്റ്റ് ഡേ തന്നെ മെറ്റീരിയലിന്റെ കാര്യം പറഞ്ഞത്. അതില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഞാൻ ഇടാം, കുഴപ്പമില്ല. പക്ഷെ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇങ്ങനത്തെ കുറെ PDF അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റെഫർ ചെയ്യുന്നതിന് പകരം ഇതിൽ നിന്നും ആൻസേഴ്സ് എഴുതിയിട്ട് ചെയ്യുക. ഇതൊരു ബെഞ്ച് മാർക്കാക്കി വെച്ച് 2 മാസം സമയമുണ്ട് ഓൾമോസ്റ്റ്. അപ്പൊ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് അവിടെ സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ നമ്പർ 4 നിങ്ങളൊന്നും എഴുതണ്ട, ഓൾറെഡി നേരത്തെ എഴുതിയ ക്വസ്റ്റ്യനൊക്കെ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ക്വസ്റ്റ്യന് നമുക്ക് ഒരേ ആൻസർ എഴുതാൻ, ഒരേ ആൻസർ ഉദ്ദേശിക്കുന്നത് ഇൻവിറ്റേഷൻ ടു ഓഫർ ആയിട്ട് ബന്ധപ്പെട്ട ഒരേ ആൻസർ എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5 ഒന്ന് സോൾവ് ചെയ്തേ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് കിട്ടേണ്ടത് ആദ്യം, ബാക്കി നമുക്ക് നോക്കാം. മിസ്റ്റർ അസീം ഈസ് എ ലേൺഡ് അഡ്വക്കേറ്റ്. ക്വസ്റ്റ്യൻ ഒക്കെ എക്സാം ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻ വായിക്കുന്ന സമയത്ത് കറക്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിലുള്ള കീവേഡ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ഹൈലൈറ്റ് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ടെന്നെങ്കിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. നല്ലതാ. എല്ലാ പോയിന്റും നിങ്ങൾക്ക് ചില കുട്ടികൾക്ക് ഒരു പ്രശ്നമുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം വായിക്കുന്നതെല്ലാം അണ്ടർലൈൻ ചെയ്ത് പോകും. അതിന്റെ ആവശ്യമില്ല, എല്ലാം അണ്ടർലൈൻ ചെയ്യേണ്ടതില്ല. എന്താണോ ഇപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ ഞാൻ പറയട്ടെ, ഇതാ, മിസ്റ്റർ വിക്രം റീഡ്സ് ദ അഡ്വർടൈസ്മെന്റ് and on making some efforts got the stolen car and informed Mr. Asim. Mr. Asim found his car but denied giving reward of 10,000 with the words an advertisement in newspaper is just an invitation to make an offer and not an offer. Hence is not liable to make the reward. Whether Mr. Vikram can claim the reward of rupees 10,000 or cannot claim. അഡ്വക്കേറ്റ് ലാബിൾ ആണോ നോട്ട് ലാബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ലിറ്ററൽ ക്വസ്റ്റ്യൻ. പക്ഷെ ക്വസ്റ്റ്യനുള്ള ആൻസർ എങ്ങനെ എഴുതണം? ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെദർ മിസ്റ്റർ വിക്രം ക്യാൻ ക്ലെയിം ദ റിവാർഡ് ആണെങ്കിൽ അതിന് മിസ്റ്റർ വിക്രം, ഇത് നമ്മൾ ചാറ്റ് GPT ഒക്കെ തരുന്നത് പോലെ അറ്റ്ലീസ്റ്റ് ആ ക്വസ്റ്റ്യനെ മാനിച്ചുകൊണ്ട്, ക്വസ്റ്റ്യനെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ തന്നെ എഴുതണം. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക, ശരിക്കും ചെയ്യുക. An invitation to offer is different from offer. Quotations, menu card, price tag, advertisement in newspaper for sale are not offer. These are merely invitation to public to make an offer. An invitation to offer is an act precedent to making an offer. It does not result in the contract and only an offer emerges in the process of negotiation. But there is an exception. ഈ പറഞ്ഞതിനൊക്കെ exceptions ഉണ്ട്. Okay, an advertisement is made for reward. It is general offer to public. So it can be said that as advertisement to find lost car is an offer, is liable to pay rupees 10,000 to Mr. Vikram. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് 3 or മാർക്കിന് വരുമ്പോൾ ആൻസർ എന്താ ഫോക്കസ് ചെയ്യേണ്ടത്? സെക്ഷൻ ആണോ കൺക്ലൂഷൻ ആണോ? സെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെക്ഷൻ 2A ഓഫർ എന്ന് പറയുന്നതിനെ എഴുതാം. പക്ഷെ പ്രശ്നം എന്താ വെച്ചാല് എല്ലാത്തിനും നമ്മൾ ഈ ഓഫർ എന്ന് പറയുന്ന ഡെഫിനിഷൻ വലിച്ചുവാരി എഴുതണം എന്നില്ല. ഇനി ഇതേ ക്വസ്റ്റ്യൻ 3 or 4 മാർക്സിന് വരാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള പോയിന്റ്സ് ഉണ്ട്, നേരത്തെ നമ്മൾ ഓൾറെഡി നടത്തി വെച്ചിട്ടുള്ള കീവേഡ്സ് ഉണ്ട്, ഓർമ്മ ഉണ്ടാ? മറ്റേ ഓഫറിന്റെയും അതേപോലെ തന്നെ ഇൻവിറ്റേഷൻ ടു ഓഫറിന്റെയും കീവേഡ്സ് ഉണ്ട്. an offer is the final expression of willingness by a person അല്ലെങ്കിൽ to do or abstain from doing. ഇത് ഓൾമോസ്റ്റ് ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കിയതാ. person making the offer becomes bound by it if the other party chooses to accept it. അതേസമയം whereas invitation to offer is an attempt, ഈ സാധനം ഉണ്ടല്ലോ, ഇത് എഴുതാം, അത് എഴുതിയാൽ മതി. ബെറ്റർ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ്. അപ്പൊ അങ്ങനെ മനസ്സിലാക്കുക. നിങ്ങൾ ഈ മാർക്സിന്റെ വെയിറ്റേജിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ എക്സാമിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ട്രൈ ചെയ്യുന്ന മാർക്കിനെ പറ്റിയിട്ട് നിങ്ങൾ അധികം കൺസേൺ ആവണ്ട. ഇൻസ്റ്റിറ്റ്യൂട്ട് 3 or 4 മാർക്കിന് ഒരു കുട്ടിക്ക് തല കുത്തി മറിഞ്ഞ് പഠിച്ചിട്ട്, അതായത് 150% എഫേർട്ട് ഇട്ടാലും ഒരു കുട്ടിക്ക് ആൻസർ എഴുതാൻ പറ്റുന്നത് 3 or 4 മാർക്കിന്റെ കണ്ടന്റ് ഉണ്ടാവുള്ളൂ എങ്കിൽ പോലും ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ അത് 7 മാർക്കിന് ചോദിക്കും, ഇൻസ്റ്റിറ്റ്യൂട്ട് ചിലപ്പോൾ 6 മാർക്കിന് ചോദിക്കും. മറ്റേ സാധാരണ ഒരു കുട്ടിക്ക് എഴുതാൻ കപ്പാസിറ്റി ഉള്ള മാർക്കിനേക്കാൾ കൂടുതൽ ആ എക്സാമിന് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ടെൻഷനും പാനിക്കൊന്നും ആവണ്ട. നിങ്ങൾക്ക് എന്താണോ കപ്പാസിറ്റിയിലുള്ള 3 or 4 മാർക്കിന് ആൻസർ,
അത് എഴുതിയാൽ മതി. അത് വൃത്തിയിൽ കീവേഡ്സ് വെച്ചിട്ട് എഴുതിയാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് 6 7 മാർക്ക് തരും. എക്സ്പീരിയൻസിൽ ഞാൻ പറയട്ടെ, പല കുട്ടികളും കൺക്ലൂഷൻ റോങ് ആയാൽ പ്രൊവിഷൻ അനാലിസിസിന് മാർക്ക് കിട്ടുമോ? പ്രൊവിഷന്റെ ഇതിന്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. പലരും ഒരു തെറ്റിദ്ധാരണ എന്താ വെച്ച് കഴിഞ്ഞാല്, സർ ഫാക്ട് ഓഫ് ദ കേസ്, പ്രൊവിഷൻ ആപ്ലിക്കബിൾ, കൺക്ലൂഷൻ, ഇങ്ങനൊക്കെ ഹെഡിങ് എഴുതിയിട്ടുണ്ടെങ്കിൽ സാറേ എനിക്ക് ഫുൾ മാർക്കോ അല്ലെങ്കിൽ അഡീഷണൽ മാർക്കോ കിട്ടൂലേ? 1,00,000-ഓളം കുട്ടികൾ എഴുതുന്ന എക്സാം ആണ്. അപ്പൊ എല്ലാ കുട്ടിക്കും എന്ത് ചെയ്യാം, ഈ പ്രൊവിഷൻ ആപ്ലിക്കബിൾ, ഫാക്ട് ഓഫ് ദ കേസ്, കൺക്ലൂഷൻ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ എഴുതാം. അതിന് പ്രത്യേകിച്ച് എന്ത് കിട്ടൂല, വെയിറ്റേജോ മാർക്കോ ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഹലോ 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 ഇപ്പൊ ഓക്കെ ആണോ മക്കളെ? ഇപ്പൊ റെഡി ആണോ? ഒന്ന് പറയണേ. മാക്സിമം ഞാൻ എന്റെ ഭാഗത്ത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ മറ്റേ പ്രൊവിഷന് അല്ലെങ്കിൽ ഫാക്ട് ഓഫ് ദ കേസ്, ഇനി 6 മാർക്കിന് 7 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാക്ട് ഓഫ് ദ കേസ് കൊടുക്കാം. ഫാക്ട് ഓഫ് ദ കേസ് കൊടുക്കാം. 6 മാർക്ക് 5 മാർക്ക് 7 മാർക്കിനൊക്കെ ചോദിച്ചാൽ കൊടുക്കാം. 3 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഫാക്ട് ഓഫ് ദ കേസ് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പൊ എഴുതുന്ന സാധനം വൃത്തിയിൽ മാനേജ് ചെയ്തിട്ട് എഴുതുക. പിന്നെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും ഈ സ്റ്റേജ് കഴിഞ്ഞിട്ട് തന്നെയാ വന്നത്. ഇന്നലെ എന്റെ കാണാൻ വന്ന സ്റ്റുഡന്റ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി. അവരും നിങ്ങളെപ്പോലെ തന്നെ ഒരു ദിവസം സയൻസ് ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞ് ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറിന്റെ ഫസ്റ്റ് ഓറിയന്റേഷൻ എനിക്ക് ഓർമ്മയുണ്ട്, വൈകുന്നേരം 6 മണിക്കോ 6:15 ആ സമയത്ത് വൈകുന്നേരം വന്നിട്ട് സാറ് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ആദ്യം സിയെ പറ്റി അറിയുന്നത് ഡീറ്റെയിൽ ആയിട്ട്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാവരും ഒരു ദിവസം ഒരു റൂക്കി അല്ലെങ്കിൽ ഇതായിട്ട് തുടങ്ങിയതാ. ഓക്കെ, ഓക്കെ, അത് മേ ബി ഇതുണ്ട്, മോഷൻ സെൻസർ ഉള്ളതുകൊണ്ടാണ് സൂം ഇൻ സൂം ഔട്ട് ആവുന്നത്. ഇപ്പം സെറ്റ് ആയിട്ടുണ്ടാവും, സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. മാർക്ക് എത്ര മാർക്കിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിച്ചെന്നുള്ളതിനെ പറ്റി വല്ലാണ്ടങ്ങ് വറീഡ് ആവണ്ട. നിങ്ങൾ മൊത്തത്തില് നിങ്ങൾ ടെൻഷൻ ഫ്രീ ആവണം, സ്ട്രെസ് ഉണ്ടാവണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത്. അതെന്താ ഭാഗമായിട്ട് ഉണ്ടാവും. പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡ് സമ്മതിക്കാത്ത കാര്യങ്ങൾ അതങ്ങ് വിടുക. അപ്പൊ പറ്റുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക, കീവേഡ്സ് പഠിച്ചു വെക്കുക. നേരത്തെ പറഞ്ഞ പോലെ കീവേഡ്സ് ഉണ്ടെങ്കിൽ തന്നെ ഇതും എഴുതി തീർക്കാൻ പറ്റുമല്ലോ. അപ്പൊ എന്ത് ചെയ്യുക, ഓഫറിന്റെ ഡെഫിനിഷനും അതിന്റെ എസെൻഷ്യൽ എലമെന്റ്സും ഇൻവിറ്റേഷൻ ടു ഓഫർ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ സേഫാ. അപ്പൊ നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യുക. മനസ്സിലായോ? അപ്പൊ ഈ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം നിങ്ങൾക്ക് പറ്റുന്നത്രത്തോളം ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ടാർഗറ്റ് ആയിട്ട് തരും. സ്റ്റാർട്ടിങ്ങിൽ ഒരു 5-10 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. ഗ്രാജുവലി അത് കൂടി വരും. മനസ്സിലായോ? അപ്പൊ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഇത് അതിന്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഒന്ന് ഫാസ്റ്റ് ആക്കാം. A sends an offer to B to sell his second car for rupees 1,40,000 with a condition that if B does not reply in a week, A shall treat the offer as accepted. Is A correct in his proposition? എന്താ ഈസ് മിസ്റ്റർ എ കറക്റ്റ് ഇൻ ഹിസ് പ്രൊപ്പോസിഷൻ എന്നൊക്കെ പറഞ്ഞ് എന്ത് ഉദ്ദേശിക്കുന്നത് സാർ? അതായത് എ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ ഇൻവാലിഡ് ആണോ, ഇതാണ് ചോദ്യം. വാട്ട് ഷാൽ ബി ദ പൊസിഷൻ ഇഫ് ബി കമ്മ്യൂണിക്കേറ്റ്സ് ഹിസ് ആക്സെപ്റ്റൻസ് ആഫ്റ്റർ 1 week? അപ്പൊ എ ഓൾറെഡി ഓഫർ അയച്ചത് എന്താ, 1,40,000 സെക്കൻഡ് ഹാൻഡ് കാർ വെക്കാം വിത്ത് എ കണ്ടീഷൻ ദാറ്റ് ഇഫ് ബി ഡസ് നോട്ട് റിപ്ലൈ ഇൻ എ വീക്ക് ഹി ഷാൽ ട്രീറ്റ് ദ ഓഫർ ആസ് അക്സെപ്റ്റഡ്. ഇത് ഏതെങ്കിലും പോയിന്റ് ആയിട്ട് കണക്റ്റഡ് ആണോ എന്താണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പറയാം. അപ്പൊ ഇങ്ങനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് മിയർ സൈലൻസ് ഈസ് നോട്ട് അക്സെപ്റ്റൻസ് വെച്ചിട്ട് എഴുതാം. വെരി ഗുഡ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ ഓഫറിന്റെ എസെൻഷ്യൽ എലിമെന്റ്സ് പഠിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടപ്പെട്ട് പഠിച്ചില്ലേ? an offer should not contain a term the non-compliance of which would amount to acceptance. നിങ്ങളുടെ ആൻസർ ബുക്ക് ഇല്ലേ, നിങ്ങളുടേതായ രീതിയിൽ ലാസ്റ്റ് മിനിറ്റ് ആൻസർ ബുക്ക് ഉണ്ട്. അതിൽ എന്ത് ചെയ്യുക, ആ വേർഡ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ ടേംസ് ഒന്ന് നല്ല വൃത്തിയിൽ എഴുതി വെക്കുക. an offer should not contain a term the non-compliance of which would amount to acceptance. ആൻഡ് അതിന്റെ കൂടെ തന്നെ മറ്റേ പോയിന്റ്, അക്സെപ്റ്റൻസിന്റെ പോയിന്റ് ഉണ്ട്. mere silence is not acceptance. Silence of a person cannot be taken as acceptance unless indicated from his previous conduct എന്നുള്ള രീതിയിലുള്ള പോയിന്റ് കൂടെ എഴുതിയാൽ ഇതിനുള്ള മാർക്ക് കിട്ടി. സോ ഇവിടെ എന്റെ കാര്യം എ കറക്റ്റ് അല്ല, ഇൻകറക്റ്റ് ആണ്. ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ എ ഈസ് അല്ലെങ്കിൽ ഓഫർ മെയ്ഡ് ബൈ എ ഈസ് ഇൻവാലിഡ്. ഓൾസോ അക്സെപ്റ്റൻസ് അറിയിക്കേണ്ടത് 1 വീക്കിനുള്ളിലാണ്. 1 വീക്കിന് ശേഷം അക്സെപ്റ്റൻസ് അറിയിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അപ്പൊ ചില കുട്ടികൾക്ക് തോന്നും, സാർ ഓഫർ തന്നെ എന്താ ഇൻവാലിഡ് അല്ലേ, അപ്പൊ ഈ അക്സെപ്റ്റൻസിന്റെ കാര്യം എന്തായിക്കോട്ടെ, അക്സെപ്റ്റൻസ് ചെയ്ത് ഒരാഴ്ചക്ക് ശേഷം അക്സെപ്റ്റൻസ് അറിയിച്ചിട്ടും കാര്യമില്ല. അതങ്ങനെ തന്നെ ആൻസർ ചെയ്ത് അതിനുള്ള പ്രൊവിഷൻ എഴുതാം. അപ്പോൾ ഇത് ഇഫ് ബി റിമെയിൻ സൈലന്റ് ഇറ്റ് ഡസ് നോട്ട് അമൗണ്ട് ടു അക്സെപ്റ്റൻസ്.
ആൾട്ടർനേറ്റീവ്ലി രണ്ടും ഉണ്ട്. അക്സെപ്റ്റൻസ് കനോട്ട് ബി ഇംപ്ലൈഡ് ഫ്രം ദ സൈലൻസ്, എന്താ പറയുക, അൺലെസ് ഓഫർ ഹാസ് ബൈ ഹിസ് പ്രീവിയസ് കണ്ടക്ട് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ഈ സൈലൻസ് ഈസ് അമൗണ്ടിങ് ടു അക്സെപ്റ്റൻസ്. ആൾട്ടർനേറ്റീവ്ലി ഓഫർ ഷുഡ് നോട്ട് കണ്ടെയ്ൻ എ ടേം നോൺ കംപ്ലൈൻസ് ഓഫ് വിച്ച് വുഡ് അമൗണ്ട് ടു അക്സെപ്റ്റൻസ്. റൂൾ നമ്മൾ പഠിച്ചിരുന്നു ഫെൽട്ട്ഹൗസ് വേഴ്സസ് വിൻലി. ആൻ ഓഫർ ഇൻ ഇറ്റ് സെൽഫ് ഈസ് ഇൻവാലിഡ്. അതേപോലെ തന്നെ acceptance must be made within the time limit prescribed by the offerer. Acceptance, എന്താ പറയുക, ആഫ്റ്റർ ദ ടൈം ഹാസ് ലാപ്സ്ഡ് വിൽ നോട്ട് അവൈൽ ടു ടേൺ ദി ഓഫർ ഇൻ ടു എ കോൺട്രാക്ട്. നിങ്ങൾ മനസ്സിലാക്കുക, മാക്സിമം കീവേഡ്സ് ഒക്കെ വെച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങളുടെ സമയത്തിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കണ്ട. കുറച്ച് സമയം ഇട്ട് ഈ ഞാൻ പറയുന്ന ടേംസ് ഒക്കെ മനസ്സിലാക്കി അതെല്ലാം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. ഗ്രാജുവലി നമ്മളെ ക്വാണ്ടിറ്റി കൂടി വരും. ആ സമയത്തേക്ക് സെറ്റ് ആവണമെങ്കിൽ തുടക്കം ബേസ് പക്ക ആയിരിക്കണം. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങൾക്ക് ചെയ്തു തരാം. എല്ലാ ദിവസവും നിങ്ങളെ മുന്നിലേക്ക് അപ്പിയർ ചെയ്ത് വന്ന് ഇതുപോലെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ബി പേഷ്യൻറ്റ്. സാർ എനിക്ക് സമയം ഉണ്ടാവുമോ? ഞാൻ നിങ്ങളെ കേസിനൊന്നും എനിക്ക് ടെൻഷൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ ജനുവരി 18 എക്സാം. അപ്പോൾ നവംബർ 18 അല്ലെങ്കിൽ ഡിസംബർ 18 കഴിഞ്ഞിട്ടില്ലെങ്കിലും കുറച്ച് സമയം എടുത്താലും നിങ്ങൾ ആപ്റ്റ് ആയിട്ട് നിങ്ങളെ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യിപ്പിക്കണം എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവിടെ ഹവേഴ്സിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ എത്ര ടൈം എന്ന് പറയുന്നതിനെ പറ്റിയിട്ട് ഞാൻ കൺസേൺഡ് ആവൂല. ഒരു പെർട്ടിക്കുലർ ഡേ ഓൺവേർഡ്സ് ഞാൻ തിരിച്ചെത്തുന്നവർ, അബ്രോഡിലേക്ക് പോകുന്നവർ, എനിക്ക് എൻ്റെതായ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ഫിക്സ്ഡ് ടൈം മാത്രമേ ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. അതിന് അന്നന്ന് തരുന്ന വർക്കും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്ത് തീർക്കുക. ക്ലിയർ? അപ്പൊ ഇതേപോലെ ഇതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7, മാനേജബിൾ ആണോ, യെസ് ഓർ നോ, ഡിഫൈൻ ദ ടേം അക്സെപ്റ്റൻസ്. അതേപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ ലീഗൽ റൂൾസ് റിഗാർഡിംഗ് എ വാലിഡ് അക്സെപ്റ്റൻസ്. 7 മാർക്കിന് ചോദിച്ചതാ. അതിന് മാത്രമൊക്കെ എഴുതാനുണ്ടാവോ? ഞാൻ പറഞ്ഞില്ലേ, ക്വസ്റ്റ്യന്റെ മാർക്കിന്റെ ഒരു ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ ആൻസറിനെ വല്ലാണ്ട് ചുരുക്കാനും കൂട്ടാനും ഒന്നും നിൽക്കണ്ട. നിങ്ങളൊരു പെർട്ടിക്കുലർ ടെംപ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ, ആ ടെംപ്ലേറ്റ് ഒന്നും മാറണ്ട. ഓക്കെ ആണോ? യെസ് ഓർ നോ? അപ്പൊ നെക്സ്റ്റ് നിങ്ങൾ നോട്ട്ബുക്കിൽ സെക്ഷൻ 2B അക്സെപ്റ്റൻസ് when the person to whom the offer is made signifies his assent thereto. Proposal is said to be accepted. Proposal when accepted becomes a promise. എഴുതൂലേ? യെസ് ഓർ നോ? സെക്ഷൻ ഏതാ? സെക്ഷൻ 2B. സെക്ഷൻ 2A ആണ് ഓഫർ എങ്കിൽ സെക്ഷൻ 2B ആണ് അക്സെപ്റ്റൻസ്. സാർ അപ്പം 2A 2B 2C ഒക്കെ പഠിക്കണോ? എന്താണോ ആൻസർ കീയിൽ ഉള്ളത് അത് പഠിച്ചു വെച്ചാലും മതി. ഓക്കെ ആണോ? എനിക്ക് നിങ്ങളുടെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് കിട്ടുന്നില്ലേ? നിങ്ങളൊന്ന് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് യെസ് ഒക്കെ പറയുകയാണെങ്കിൽ ഐ വുഡ് ബി മച്ച് മോർ കംഫർട്ടബിൾ. യെസ് ഓർ നോ? ഓക്കെ അല്ലേ? എന്റെ ഭാഗത്തുനിന്ന് ഇഷ്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. അല്ലെങ്കിൽ റൈസ് ഹാൻഡ് ചെയ്യാൻ എന്നോട് പറയുക. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യമുണ്ട്, എന്ത് കൃത്യമായിട്ട് ഡെഫിനേഷൻ പഠിച്ചു വെച്ച് സെക്ഷൻ 2A മനസ്സിലായി, സെക്ഷൻ 2B മനസ്സിലായി. ഇനി സെക്ഷൻ 2D പോവും, നമ്മൾ കൺസിഡറേഷനിൽ പോവും. 2C എന്ന് പറയുന്നതൊന്നും എന്താ പറയാ നമുക്ക് റെലവെന്റ് ആയിട്ട് വരുന്നില്ല. ഓഫർ എന്താ പറയാ, പ്രോമിസർ ആൻഡ് പ്രോമിസി എന്ന് പറയുന്നൊന്നും വരുന്നില്ല. എന്നാ പിന്നെ വിട്ടേ, അതിനെപ്പറ്റി ആലോചിക്കണ്ട. ഇതൊക്കെ നോക്കുക. ഇനി ഇതാ ലീഗൽ റൂൾസ് കൊടുത്തതിൽ ഇവര് വെറും എന്ത് മാത്രമല്ല, ഒറ്റ പോയിന്റ് ലൈൻ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി സിംഗിൾ ലൈൻ എക്സ്പ്ലനേഷൻ. അക്സെപ്റ്റൻസ് ക്യാൻ ബി ഗിവൺ ഓൺലി ബൈ ദ പേഴ്സൺ ടു ഹൂം ദ ഓഫർ ഈസ് മെയ്ഡ്. സ്പെസിഫിക് ഓഫർ ആണെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ, ജനറൽ ഓഫർ ആണെങ്കിൽ പേഴ്സൺ ഹാവിംഗ് നോളേജ്. അത് അങ്ങനെ തന്നെ പഠിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളത്. അബ്സല്യൂട്ട് ആൻഡ് അൺക്വാളിഫൈഡ്. ഓക്കെ അല്ലേ? ഓക്കെ ആണ് മക്കളെ. പിന്നെ അവിടെയുള്ള പോയിന്റ് ഒക്കെ താഴെ വരാൻ പോകുന്ന പോയിന്റ് തന്നെയാണ്. അപ്പൊ അതിലൊന്നും ഞാൻ എന്ത് ചെയ്യുന്നില്ല, ഇതിലേക്ക് പോകുന്നില്ല. ഇനി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൗണ്ടർ ഔട്ട് ആൻഡ് അൺക്വാളിഫൈഡ് ആൻഡ് അൺകണ്ടീഷണൽ. അതിന്റെ താഴെ എഴുതാ ഇഫ് ദ ഓഫറി. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എങ്ങനെയാണോ എക്സാമിന് പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നിങ്ങൾ ആ നോട്ട്ബുക്കിൽ ആൻസർ എഴുത്. അത് നന്നായിട്ട് പിന്നെയും വായിക്ക്. എന്നിട്ട് അതുപോലെ പോയിട്ട് എക്സാം എഴുതിയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ പറ്റും. നിങ്ങൾ അവിടെ പിന്നെ ക്വാണ്ടിറ്റി, മാർക്കിന് വെയിറ്റേജ് ഒന്നും നോക്കണ്ട. മനസ്സിലായോ? നിങ്ങൾക്ക് ഇപ്പോഴേ നിങ്ങൾ എഴുതി അതേപോലെ വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അതിനോട് യൂസ്ഡ് ആവും. ഞാൻ നിങ്ങളോട് ബൈഹാർട്ട് അല്ല പറയുന്നത്. ഇതിനെങ്ങനെ ബൈഹാർട്ട് എന്ന് പറയാൻ പറ്റും? ഓൾറെഡി നമ്മൾ ഇത് മനസ്സിലാക്കിയിട്ടാ പഠിക്കുന്നത്. ബൈഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബന്ധവും ഇല്ലാണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 10 രാജ്യങ്ങളുടെ പേര് എന്നോട് പറയുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുട്ബോൾ ടീമിലെ, ക്രിക്കറ്റ് ടീമിലെ ഒരു 10 പ്ലെയേഴ്സിന്റെ അല്ലെങ്കിൽ 15 പ്ലെയേഴ്സിന്റെ പേര് എന്നോട് പഠിക്കാൻ പറയും. ഞാൻ എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഓർഡറിൽ ഇപ്പം അർജന്റീനന്റെ ഫുട്ബോൾ ടീമിന്റെ 15 പ്ലെയേഴ്സിന്റെ പേര് എനിക്ക് പറഞ്ഞു തന്നിട്ട് അത് എന്നോട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെയ്യുന്നത് ബൈഹാർട്ട് ഒക്കെ പോലുള്ള ഒരു മെക്കാനിക്കൽ പ്രോസസ്സാണ് മേ ബി. അതേസമയം ഒരു ട്രൂ അർജന്റീന ഫാൻ എന്താ ചെയ്യുക, മൂപ്പർ അത് മനസ്സിലാക്കും. ഇന്ന പൊസിഷൻ ഇന്നയാള്, ഇപ്പം ഇന്ന പൊസിഷൻ ആളുടെ ഗോൾ കീപ്പർ ഇങ്ങനെയാണല്ലോ, അന്നത്തെ വേൾഡ് കപ്പ് മാച്ചും അതേപോലെ തന്നെ അതൊക്കെ ആലോചിച്ച് മനസ്സിലാക്കി ഇന്നയാൾ ഇന്ന സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ട്
ഒരു ഫുട്ബോൾ ടീമിന് ഞാൻ ഇറങ്ങുമ്പോൾ, അർജന്റീന ടീമിൽ ഇറങ്ങുമ്പോൾ ഏതൊക്കെ പൊസിഷനിൽ ആരൊക്കെ ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യുമ്പോൾ അത് ബൈഹാർട്ട് അല്ല. അത് കുറച്ചും കൂടി സയന്റിഫിക് മെത്തേഡാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പൊ ഞാൻ എങ്ങാനും തോന്നും ഒരു 10ഓ 20ഓ വാക്ക് ഒരാൾക്ക് പഠിക്കണം. അപ്പൊ അയാൾക്ക് വേണമെങ്കിൽ എന്ത് മെത്തേഡ് വേണമെങ്കിലും ഉപയോഗിച്ചിട്ട് അത് പഠിക്കാം. അതിന് പകരം ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇന്ന സാധനം കണ്ടു, എന്നിട്ട് അത് കണ്ടപ്പോ ഞാൻ ഷോപ്പിൽ പോയിട്ട് ഇന്ന സാധനം വാങ്ങിച്ചു, അപ്പൊ റോഡിന്റെ അപ്പുറം അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി മൈൻഡിൽ നിൽക്കൂലേ? യെസ് ഓർ നോ? അപ്പൊ അത് എന്തുകൊണ്ടാ അത് കുറച്ചും കൂടി, അത് ബൈ ഹാർട്ട് നമ്മൾ പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ സയന്റിഫിക്കലി എന്തിലേക്ക് മാറ്റാണ്? മൈൻഡ് പ്രോസസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റാണ്. അപ്പൊ അതേപോലെ ചെയ്യുക. ഓക്കെ, കീവേഡ്സും കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് അങ്ങനെ തന്നെ ചെയ്തിട്ട് നിങ്ങൾ ഇനിയിപ്പോ കൗണ്ടർ ഓഫറിന്റെ കേസ് ഞാൻ പറഞ്ഞു, ഇഫ് ഇവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും എഴുതാം. ഇഫ് ദ ഓഫറി ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ആൻ അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ് മേക്സ് എ കണ്ടീഷണൽ അക്സെപ്റ്റൻസ്, അല്ലെങ്കിൽ മേക്സ് വേരിയേഷൻ ഇൻ ദ ഒറിജിനൽ ഓഫർ, then it will be, then it is a എന്താ പറയാ കണ്ടീഷണൽ അക്സെപ്റ്റൻസ് ഓർ കൗണ്ടർ ഓഫർ. കൗണ്ടർ ഓഫർ റിസൾട്ട്സ് ഇൻ റിജക്ഷൻ ഓഫ് ദ ഒറിജിനൽ ഓഫർ. അങ്ങനെ എഴുതിക്കോ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഇന്ന് മുതൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെപ്പറേറ്റ് ഒരു സ്പെഷ്യൽ നോട്ട് വാങ്ങിക്കുക. ഒരു പ്രസന്റേഷൻ നോട്ട്ബുക്ക് തന്നെ അതിന് പറയാം, പ്രസന്റേഷൻ നോട്ട്ബുക്ക്. ആ പ്രസന്റേഷൻ നോട്ട്ബുക്കിൽ നിങ്ങൾ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ പ്രസന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് വൃത്തിയിൽ എഴുതാം. ഭാവിയിൽ അതിലേക്ക് കുറെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ വരും. ഡോൺ വറി, നമുക്ക് ആ ബുക്ക് എങ്ങനെ വേണമെങ്കിൽ ലാസ്റ്റ് യൂസ് ചെയ്യാം. എന്തായാലും അത് വേർത്തായിരിക്കും. ഇപ്പോഴേ നിങ്ങൾ അത് എഴുതി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്തേക്ക് അത് മാത്രം പഠിച്ചാൽ മതി. എക്സാമിന്റെ 1.5 ദിവസം സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കോ എൻ്റെ ഹാൻഡ് ബുക്കോ എടുത്തിട്ട് ഒന്ന് റിവൈസ് ചെയ്യുക. അതിന്റെ കൂടെ ഈ പ്രസന്റേഷൻ നോട്ട്ബുക്ക് എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അപ്പൊ തന്നെ നിങ്ങൾ ഓൾറെഡി ഇത് കുറേ തവണ വായിച്ച് തീർത്തിട്ടുണ്ടാവും അല്ലേ? അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അക്സെപ്റ്റൻസ് മസ്റ്റ് ബി ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എന്താ ഇന്നലെ അക്സെപ്റ്റൻസ് മസ്റ്റ് ബി കമ്മ്യൂണിക്കേറ്റഡിന്റെ കേസ് പറഞ്ഞു. for the proposal is accepted, offeree must have knowledge of the offer made to him. If he does not have the knowledge, there can be no acceptance. നോളേജ് ഇല്ലാണ്ട് അക്സെപ്റ്റൻസ് ഉണ്ടാവില്ല എന്ന് പറയുന്ന ഒരു കേസിലോ പറഞ്ഞ, ഓഫറിന് നോളേജ് ഇല്ലാണ്ട് അക്സെപ്റ്റൻസ് വാലിഡ് ആവില്ല, നോളേജ് ഇല്ലാണ്ട് അക്സെപ്റ്റൻസ് ഇല്ല എന്ന് പറയുന്നതിന് ഒരു കേസിലോ പറ. ഇങ്ങനൊക്കെ എഴുതുന്ന സമയത്ത് നിങ്ങൾ ഫുൾ ആയിട്ട് ഇത് ആൻസർ കീ നോക്കിയിട്ട് ഇങ്ങനെ തന്നെ എഴുതരുത്. ഓക്കെ, വെൻ എ പ്രപ്പോസൽ ഈസ് അക്സെപ്റ്റഡ്, ഓഫർ യു മസ്റ്റ് ഹാവ് നോളേജ്. അതിന് എന്ത് നമുക്ക് കേസ് ലോ സൈഡിൽ എഴുതാം? ലാൽമൻ ശുക്ല വേഴ്സസ് ഗൗരി ദത്ത്. ലാൽമൻ ശുക്ല വേഴ്സസ് ഗൗരി ദത്ത്. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഒന്നും കൂടി പറയട്ടെ. 7 മാർക്കിനൊക്കെ ചോദിച്ചല്ലോ സാർ, ഇത് ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തരുന്നത് പെർഫെക്റ്റ് ആൻസേഴ്സ് അല്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ചാറ്റ് GPT ആൻസർ അല്ല നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ ആൻസേഴ്സ് നമ്മൾ എന്താ പറയാന്നറിയോ? സജസ്റ്റഡ് ആൻസർ. സജസ്റ്റഡ് ആൻസർ. സജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിയാൽ നന്നായിരിക്കും എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. സജസ്റ്റഡ് ആണത്. അതൊരിക്കലും ഫൈനൽ അല്ലെങ്കിൽ അതൊരിക്കലും എന്തല്ല പെർഫെക്റ്റ് ആൻസർ എന്ന് പറയാൻ പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്നത് എങ്കിലും ഇങ്ങനെ എഴുതിയാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ എന്നൊന്നുമില്ല. പക്ഷെ ഇതിൽ നിന്നും നിങ്ങൾ ഒന്നും കൂടി ചുരുക്കി നിങ്ങളുടെ ആൻസേഴ്സ് നല്ല വൃത്തിയിൽ ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് എഴുതിയാലും ഫുൾ മാർക്ക് കിട്ടേണ്ടത് കിട്ടും. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇതേപോലെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു, പ്രിസ്ക്രൈബ്ഡ് മോഡിൽ അല്ലാണ്ട് മറ്റൊരു മോഡിൽ എന്താ പറയുക അക്സെപ്റ്റൻസ് അറിയിച്ചാലും പ്രപ്പോസർ അതിൽ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, നമ്മളെവിടെ ലെറ്ററിലൂടെ അറിയിക്കാൻ പറഞ്ഞു, പക്ഷെ നേരിട്ട് വന്ന് അറിയിച്ചു. ഓഫറർ എന്ത് ചെയ്തില്ല, അതിൽ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്ക് ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അതെന്തായി? കൺസെന്റ് ചെയ്തു എന്നല്ലേ അർത്ഥം. ഓഫറർ അതിനോട് സമ്മതിച്ചു എന്നൊക്കെ അർത്ഥമില്ലേ? ഇതൊക്കെ കീവേഡ്സ് ആയിട്ട് എഴുതിയിട്ട് ഇടക്കിടക്ക് എടുത്ത് വായിക്കുക. അത് ഇന്ന് മുതലേ ചെയ്യാൻ തുടങ്ങാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് മറ്റേ സ്റ്റഡി ലീവിൽ ഇത് ചെയ്യാൻ പറ്റൂല. അത് നിങ്ങളുടെ എല്ലാ ക്ലാസ്സും ഫസ്റ്റ് ടൈം ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളോട് അവസാനത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കരുത്. അതുപോലെ എക്സാമിന് ഒരാഴ്ച മുന്നോ തലേന്ന് ഇത് എഴുതി തുടങ്ങാമെന്ന് വിചാരിക്കരുത്. അപ്പോഴത്തേക്കുള്ള റിസോഴ്സ് ഇപ്പോഴേ നിങ്ങൾ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. ടൈമിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. മിയർ സൈലൻസ് ഈസ് നോട്ട് ആക്സെപ്റ്റൻസ് പറഞ്ഞു. അതേപോലെ തന്നെ ഇംപ്ലൈഡ് ആക്സെപ്റ്റൻസ് ഓർ ആക്സെപ്റ്റൻസ് ബൈ കണ്ടക്റ്റിന്റെ കാര്യം പറഞ്ഞു. ഇനി ആക്സെപ്റ്റൻസ് ബൈ കണ്ടക്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ എഴുതിയ പോയിന്റ് ബുദ്ധിമുട്ടാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇതാ, this section provides, അല്ലെങ്കിൽ the acceptance can be verbal or written or through action. അങ്ങനെ എഴുതാം. ഇതാ, when a person performs the act intended by the offerer as consideration for the promise offered by him, performance of the act constitutes an acceptance. അത് എഴുതിയാൽ മതി. അല്ലാണ്ട് മുകളിലത്തെ പോലെ ഫുള്ളായിട്ട് എഴുതണം എന്നില്ല. സെക്ഷൻ 8 എന്നുള്ളത് ചിലപ്പോൾ എഴുതാൻ പറ്റണം എന്നില്ല. എഴുതണ്ട. എന്നാൽ അറ്റ്ലീസ്റ്റ് താഴെ എന്ത് എഴുതാം? an acceptance may be express or implied. An express acceptance can be written or verbal.
when a person performs the act intended by the offerer as consideration for the promise offered by him. ഓഫറർ കൊടുക്കുന്ന അല്ലെങ്കിൽ എന്താ പറയാ തരുന്ന പ്രോമിസിന് കൺസിഡറേഷൻ ആയിട്ട് പകരമായിട്ട് ഓഫറി ഓർ ഓഫറി does something, performs the act, then such act will also constitute acceptance. ഈ ആക്ട് കോൺസ്റ്റിറ്റ്യൂട്ട്സ് അക്സെപ്റ്റൻസ് എന്ന് പറയുമ്പോൾ അത് എന്ത് ഉദ്ദേശിക്കുന്ന എക്സ്പ്രസ് ആണോ ഇംപ്ലൈഡ് ആണോ? ഓഫറർ ചെയ്തതിന് പ്രോമിസ് കൊടുക്കുന്നതിന് പകരമായിട്ട് ഓഫറി എന്തെങ്കിലും ഒരു ആക്ട് ചെയ്യുന്ന സമയത്ത് അത് എക്സ്പ്രസ് ആണോ ഇംപ്ലൈഡ് ആണോ? അത് ഇംപ്ലൈഡ് അല്ല, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അക്സെപ്റ്റൻസ് ബൈ കണ്ടക്ട് ഓർ ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒന്നോ രണ്ടോ ടേം എഴുതിയിട്ട് നിർത്തുക, അതെന്നെ വായിച്ചോ, അതെന്നെ എഴുതിക്കോ, അതെന്നെ പഠിച്ചു വെച്ചോ. ഓക്കെ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യനും ഇതേപോലെ ഉണ്ട്, സെയിം. പക്ഷെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ഇനി വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ട് നോക്കുന്ന സമയത്ത് അതിൽ കുറച്ച് പ്രശ്നങ്ങൾ കാണാൻ പറ്റും. ലീഗൽ പ്രൊവിഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ലീഗൽ പ്രൊവിഷൻസ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ എൻ്റെ ഒരു സജഷൻ കൂടി പറയാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യനിലുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവര് അക്സെപ്റ്റൻസ് ഡിഫൈൻ ചെയ്യാനും അതിന്റെ ലീഗൽ റൂൾസ് റിഗാർഡിങ് കമ്മ്യൂണിക്കേഷനാ ചോദിച്ചിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ലീഗൽ റൂൾസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആക്സെപ്റ്റൻസിന്റെ എല്ലാ എസെൻഷ്യൽ എലമെന്റ്സും എഴുതി സമയം കളയണ്ട. മനസ്സിലായോ? സോ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ടേമിനെ ഡിഫൈൻ ചെയ്യുക. അപ്പൊ അതിന്റെ കമ്മ്യൂണിക്കേഷനായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ആക്സെപ്റ്റൻസ് ടു ബി പ്രകാരം ഡിഫൈൻ ചെയ്യുക. അത് ഓൾറെഡി നിങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ആൻസറിന് പഠിച്ച അതേ സാധനം തന്നെ എഴുതിയാൽ മതി. ഓക്കെ. അതേപോലെ തന്നെ ഇവർ എന്ത് പറയുന്നുണ്ട്? അക്സെപ്റ്റൻസ് അബ്സല്യൂട്ട് ആയിരിക്കണം, അൺക്വാളിഫൈഡ് ആയിരിക്കണം, മോഡ് ആയിരിക്കണം, ടൈം ആയിരിക്കണം, കമ്മ്യൂണിക്കേറ്റഡ് ആയിരിക്കണം. അതായത് എല്ലാ എസെൻഷ്യൽ എലമെന്റ്സിന്റെ ഒറ്റ സെന്റൻസിൽ കൊടുത്തു. അപ്പൊ ബൈ വേ ഓഫ് കണ്ടക്ട് ആവാം. കമ്മ്യൂണിക്കേഷന്റെ കാര്യം ഇവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താ? ആസ് അഗെയിൻസ്റ്റ് ദി ഓഫറർ. കമ്മ്യൂണിക്കേഷൻ ഓഫ് അക്സെപ്റ്റൻസിന്റെ കാര്യമല്ലേ. അപ്പോ വെൻ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ്, നമ്മൾ അത് മാത്രം എഴുതിയാൽ മതി. അല്ലാണ്ട് വെൻ ഇറ്റ് ഈസ് പുട്ട് ഇൻ ടു എ കോഴ്സ് ഓഫ് ട്രാൻസ്മിഷൻ എന്ന് എഴുതണ്ട. വെൻ ദ ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസ് ഈസ് പോസ്റ്റഡ് ആസ് അഗെയിൻസ്റ്റ് ദി അക്സെപ്റ്റർ വെൻ ഇറ്റ് കംസ് ടു ദ നോളേജ് ഓഫ് ദി ഓഫറർ. പിന്നെ 2 മോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ഉള്ളത്. ഓക്കെ. ഒന്നുകിൽ ബൈ എനി ആക്ട് ഓർ ബൈ എനി ഒമിഷൻ. അപ്പോ ഒരു കാര്യമുണ്ട്, എന്താ പറയാ, ഇത് തന്നെയാ ഓഫർ. അക്സെപ്റ്റൻസിങ് ഒക്കെ ഇങ്ങനെ എഴുതാം. മേ ബി എക്സ്പ്രസ്, മേ ബി ഇംപ്ലൈഡ് തന്നെ ബൈ എന്താവാം, മറ്റേ എക്സ്പ്രസ് തന്നെ റിട്ടേൺ ആവാം, വേർബൽ ആവാം. ഇനി ഇംപ്ലൈഡ് ആണെങ്കിൽ ബൈ ആക്ഷൻ ഓർ ബൈ ഒമിഷൻ. ഒരു കാര്യം എന്താ പറയാ, ആക്ട് ചെയ്യുന്നതിലൂടെയും ആക്സെപ്റ്റൻസ് വരാം, ഒരു കാര്യം വിട്ട് നിൽക്കുന്നതിലൂടെയും വരാം. ഒരു കാര്യം വിട്ട് നിൽക്കുന്നതിലൂടെ എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, മിയർ സൈലൻസ് അക്സെപ്റ്റൻസ് ആണോ? യെസ് ഓർ നോ? മിയർ സൈലൻസ് ഒരിക്കലും അക്സെപ്റ്റൻസ് അല്ലല്ലോ. പക്ഷെ ചില സമയത്ത് പ്രീവിയസ് കണ്ടക്റ്റിലൂടെ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ മിയർ സൈലൻസ് അക്സെപ്റ്റൻസ് ആവൂലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം. എക്സ്പ്രസ്, ഇംപ്ലൈഡ് തന്നെ ആക്ട് ആവാം, ഒമിഷൻ ആവാം, സൈലൻസിലൂടെ ആവാം. ഓക്കെ. ആക്ട് ആവാം, ഒമിഷൻ ആവാം, സൈലൻസിലാവാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ എന്തായാലും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് പഠിക്കും. അതിൽ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ഓർ റിട്ടേൺ ബേസിസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൽ ഒരാൾ ലോങ് ഡിസ്റ്റൻസിലുള്ള അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാൾക്ക് ഗുഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റൻസ് ആവുന്നത് എങ്ങനെയൊക്കെയാണ്? ഒന്ന് പറയാ, പറഞ്ഞ സമയത്തിനുള്ളിൽ അറിയിക്കുക, ആക്സെപ്റ്റൻസ് അറിയിക്കുക. 2, അതെന്താവാ, യൂസ് ചെയ്യാം. അപ്പൊ യൂസ് ചെയ്യാന്നുള്ളത് എന്തായി? ഒരു ആക്ട് ആയി. യെസ് ഓർ നോ? 3ാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഒന്നും ചെയ്യാണ്ട് റീറ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒന്നും പറയാതിരിക്കുക എന്ന് പറയുന്നത് ഒരു ഒമിഷനാ. യെസ് ഓർ നോ? സോ അതന്നെയാണ് ഇവിടെയും പറയുന്നത്. ബൈ ആൻ ആക്ട് ആവാം ഓർ ബൈ ആൻ ഒമിഷൻ ആവാം, thereby intending to communicate to the other, എന്താ പറയാ, intending to communicate acceptance to the other person. അങ്ങനെ എഴുതിയാൽ മതി. അപ്പൊ ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഉദ്ദേശിക്കുന്നത് എക്സ്പ്രസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എനി കണ്ടക്ട് ആൻഡ് വേർഡ്സ് റിട്ടേൺ ഓർ ഓറൽ ആണ്. റിട്ടേൺ വേർഡ്സ് വെച്ച് കഴിഞ്ഞാൽ ലെറ്റർ, ടെലിഗ്രാമും കാര്യങ്ങളൊക്കെ ആയി. രണ്ടാമത്തത് കണ്ടക്ട് വുഡ് ഇൻക്ലൂഡ് പോസിറ്റീവ് ആക്ട് ഓർ സൈൻ ദാറ്റ് ദി അതർ പേഴ്സൺ അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് ദ പേഴ്സൺ മീൻസ് ടു സേ ഓർ കൺവേ. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, കണ്ടക്ട് പറയുന്നത്. അതിൽ തന്നെ ഒമിഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കാര്യം ചെയ്യാതിരിക്കലും ആക്സെപ്റ്റൻസ് ആവാം. സോ ഈ പറയുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഏരിയ
ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്യാം. ഇതിന്റെ മുകളിൽ കുറേ നേരം സമയം കളയേണ്ട ആവശ്യമില്ല. ഇതിനെ നിങ്ങൾക്ക് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യാം? An acceptance may be in different modes, either express or implied. അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. An acceptance may be in different modes. Express using words, written or spoken. Implied തന്നെ എന്ത് ചെയ്യാം? Using action or act through omission, through conduct. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക? ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ നേരെ തന്നെ എക്സാമ്പിൾസ് എഴുതാം. എക്സാമ്പിൾ ലെറ്റേഴ്സ്, ടെലിഫോൺ എക്സെട്ര. പറ്റാവുന്നതിന് എക്സാമ്പിൾ എഴുതിയാൽ അത് കംപ്ലീറ്റ് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ ഇതേപോലെ ബൈഹാർട്ട് പഠിക്കണം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ നിങ്ങൾ വായിച്ചെടുക്കാൻ എത്രത്തോളം കഷ്ടപ്പെടുന്നു അതേ കഷ്ടപ്പാട് നിങ്ങൾക്ക് എക്സാം ഹാളിന്റെ തലേന്നും അല്ലെങ്കിൽ എക്സാമിന്റെ തലേന്നും എക്സാമിന്റെ അന്നും വരും. കഷ്ടപ്പാട് നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ തന്നെ എല്ലാ കാലത്തും ഉണ്ടാവും. നിങ്ങൾ ഇതിപ്പം വായിച്ചു, ഒരു മാസം കഴിഞ്ഞ് പിന്നെ വായിച്ചു നോക്കിയാൽ ഇതേ ബുദ്ധിമുട്ടുണ്ടാവും. അതിന് പകരം നിങ്ങൾക്ക് ഞാൻ ഇതൊരിക്കലും നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യില്ല. ഈ സാധനങ്ങൾ ഇതേപോലെ പഠിച്ച് വെക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയൂല. നിങ്ങൾക്ക് ഇതിനെ സിമ്പിളർ ടേംസിലേക്ക് മാറ്റിയിട്ട് ചെയ്യാം. താഴെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, the other means and you as the owner deliver the goods to me as the buyer, therefore at a certain price. Transaction will be understood by everyone as acceptance by act or conduct unless there is an indication to the contrary. Okay, അപ്പോൾ ബേസിക്കലി ഇത് refers to an act or omission or conduct which may be indirect but result in communicating an acceptance or non-acceptance. However, mere mental unilateral assent in one's own mind does not amount to communication. You cannot have the effect of communicating to the other. ഇതിൽ നിങ്ങൾക്ക് എന്താണോ കീവേഡ് എന്ന് നിങ്ങൾക്ക് വൃത്തിയിൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങളുടെ ആൻസർ കീയിൽ എഴുതുക. അതിന്റെ കൂടെ ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ക്വസ്റ്റ്യൻ നമ്പർ 9 നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിർബന്ധമായിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്ത് തരാം, നോ ഇഷ്യൂസ്. ഓക്കെ, ഇന്ന് ഞാനത് ചെയ്യാം. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 10 നിങ്ങൾക്ക് ഇതിലൂടെ വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 10, ക്വസ്റ്റ്യൻ നമ്പർ 11 ഓൾസോ. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയ ഒക്കെ ഞാൻ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 11 ഉള്ളത് വരെ ചെയ്യാം മതി. ക്വസ്റ്റ്യൻ നമ്പർ 11, ക്വസ്റ്റ്യൻ നമ്പർ 12 ഞാൻ വേണ്ട. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 11, അതിലെ ക്വസ്റ്റ്യൻ നമ്പർ 14, ക്വസ്റ്റ്യൻ നമ്പർ 14 11 വരെയും പിന്നെ 40ലും 11 അപ് ടു 11 14 ടു 11 14 ബാക്കിയൊക്കെ അവിടെ കട്ടെ. ബാക്കിയൊക്കെ നമുക്ക് നെക്സ്റ്റ് ഡേ ഡിസ്കസ് ചെയ്യാം. Eleven to 14, 23, 24, 26. ഇന്നത്തെ ട്രാക്കറാണ് തരാണേ. 11 to 14 അല്ല 1 to 14. ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഇന്ന് ചെയ്യണമെന്നർത്ഥം. അപ് ടു 1 to 11 പിന്നെ 14 അങ്ങനെയല്ലേ. ബാക്കി ഞാൻ എന്ത് ചെയ്യും? നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ഏരിയ കൺക്ലൂഡ് ചെയ്യും കേട്ടോ. ഓക്കെ അല്ലേ? ഇത് അയച്ചു തരാം. ഓക്കെ, റെഡി. ഈ ക്വസ്റ്റ്യൻസ് ഇന്ന് ഇടാം, നോ ഇഷ്യൂസ്. പക്ഷെ ഇപ്പോഴും ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ അയക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. ഇനീഷ്യലി ഞാൻ ചെയ്യുന്ന പോലെ എല്ലാ പ്രാവശ്യം ചെയ്യൂല. എന്നാ പിന്നെ ബുക്ക് വാങ്ങിച്ചാൽ എന്താ പറയുക, ബുക്ക് വാങ്ങിക്കുന്നതിനെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ ചില ആൾക്കാർ ചിന്തിക്കാവും. പക്ഷെ അതെല്ലാം ചെയ്യാൻ പറ്റണമെന്നില്ല. 23, 24, 23, 24, 26, 27. ആ 23, 24, 26. ഒരു ഏരിയ
ഇതുവരെ പഠിപ്പിച്ച ഏരിയാസും ഈ ഒരു ക്വസ്റ്റ്യൻസിന്റെ ഏരിയാസും നാളത്തേക്ക് കംപ്ലീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ പറഞ്ഞു ഇത് ടെമ്പററി മാത്രമാണ്. നിങ്ങൾ ഏറ്റവും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് മെറ്റീരിയലും അതിന്റെ വർക്ക് ബുക്ക് ഉണ്ടാവണം. അത് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഇനി ഇങ്ങനെ ചിന്തിക്കരുത് മെറ്റീരിയൽ വാങ്ങുന്നതിനെ പറ്റി ഒന്നും ആലോചിക്കേണ്ട. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെ ഇഷ്ടമാണ്. എല്ലാ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് അതായത് ക്വസ്റ്റ്യൻസ് എനിക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അതിൻ്റെതായ കുറെ കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു ലാഭം നോക്കിയിട്ട് വെറുതെ ഭാവിയിലേക്ക് ഒരു കൺഫ്യൂഷൻ ആക്കണ്ട. ഓക്കെ, അപ്പൊ ഈ ഒരു ഏരിയാസ് ഒക്കെ നല്ല വൃത്തിയിൽ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നമ്മൾ നാളെ രാവിലെ ഈ പറഞ്ഞ ടൈമിന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ അല്ലേ? ബുദ്ധിമുട്ടില്ലല്ലോ? ഞാൻ പറഞ്ഞ പുതിയൊരു മെത്തേഡ് നിങ്ങൾക്ക് എഫക്റ്റീവ് ആണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു നോട്ട്ബുക്ക് വാങ്ങിക്കുക, പ്രസന്റേഷൻ നോട്ട്ബുക്ക് എന്നുള്ള രീതിയിൽ തന്നെ കൺസിഡർ ചെയ്തിട്ട് എഴുതി തുടങ്ങുക. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത ചെറിയൊരു സ്ലോ ആയ പോലെ ഉണ്ട്. ഒന്ന് റെസ്പോൺസ് ഒന്ന് സ്ലോ ഡൗൺ ആയ പോലെ ഉണ്ട്. ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. നാളെ നമ്മൾ ഈ പറയുന്ന യൂണിറ്റ് 1 കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ഒരു 3 days കൊണ്ട് നമ്മൾ ഓൾമോസ്റ്റ് എന്താ ഈ ഏരിയ 3-4 days ഒക്കെ എടുത്തിട്ടുണ്ടാവും. പക്ഷെ അത് വറീഡ് ആവണ്ട. മെല്ലെ മെല്ലെ ഒരു ദിവസം ഒരു ചാപ്റ്റർ തീരുന്ന രീതിയിലേക്ക് നിങ്ങൾ എത്തും. ഇപ്പൊ നിങ്ങൾ ബേസിക് ആയിട്ട്, അല്ലാണ്ട് എല്ലാം കഴിഞ്ഞ എല്ലാ ചാപ്റ്ററും കഴിഞ്ഞ് ലാസ്റ്റ് എക്സാമിന് ആൻസർ എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുക, നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യാം. ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. വിൽ കണ്ടിന്യൂ ടുമോറോ. താങ്ക് യു സോ മച്ച്. ഒരു സബ്ജക്റ്റുമായിട്ട് കണക്ട് ചെയ്താൽ എന്താണ് നമ്പർ 6 എന്താ? കണക്ട് ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. 2-3 ഏരിയാസ് ഒക്കെ ഒന്നിച്ച് വരുമ്പോൾ അത് കണക്ട് ചെയ്തോ. ദാറ്റ്സ് ഓൾ. അതിലൊന്നും കൺഫ്യൂസ്ഡ് ആയി നിൽക്കൊന്നും വേണ്ട കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു സോ മച്ച്. നമുക്ക് സെറ്റ് ചെയ്യാം. ഡോണ്ട് വറി. ഞാൻ ഇന്ന് ഈടെ നല്ല സ്പീഡ് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞാൻ എന്ത് ചെയ്യാം? ഓക്കെ, ഞാൻ അത് മാറ്റിയിട്ട് ചെയ്യാം. ഡോണ്ട് വറി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.